9 മണി വാർത്ത ആരംഭിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ മൂന്നാമത്തെ കേസിൽ അറസ്റ്റിലാണ് മാവേലിക്കര സബ് ജയിലിൽ. ഇയാൾ അതിജീവിതയായ പെൺകുട്ടിക്ക് അയച്ച ഭീഷണിപ്പെടുത്തുന്ന ചാറ്റുകൾ അത് പുറത്തു വരുമ്പോൾ കേരളം ഞെട്ടുകയാണ്. 2 കേസുകളിൽ വളരെ കൃത്യമായി പ്രതിയായിട്ടും മുൻകൂർ ജാമ്യത്തിൻ്റെ ആനുകൂല്യത്തിൽ രക്ഷപ്പെട്ടിട്ടും മൂന്നാമത്തെ അതിജീവിതയോടും സമാനമായ തരത്തിൽ ഭീഷണി സ്വരത്തിൽ സംസാരിക്കുന്ന MLA. എന്തായിരുന്നു ഇയാൾ? എത്ര സൈക്കോ ക്രിമിനലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നത് ഈ ചാറ്റുകൾ വ്യക്തമാക്കുകയാണ്. ഇതിനടക്കം നിരവധി വാർത്തകളുണ്ട്. ആദ്യം വളരെ വേഗത്തിൽ തലക്കെട്ടുകൾ നോക്കാം. രാഹുൽ മാങ്കൂട്ടത്തിലിനെ കസ്റ്റഡിയിൽ വാങ്ങാൻ പോലീസ്. SIT അപേക്ഷ ഇന്ന് തിരുവല്ല കോടതിയിൽ. രാഹുൽ മാവേലിക്കര സബ് ജയിലിൽ തുടരുന്നു. രാഹുലിന്റെ അഭിഭാഷകനും ജാമ്യാപേക്ഷ സമർപ്പിക്കും. തന്ത്രി കണ്ഠരര് രാജീവരെ കൂടുതൽ ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം. തന്ത്രി റിമാൻഡിൽ തുടരുന്നു. ജാമ്യാപേക്ഷ നാളെ കൊല്ലം വിജിലൻസ് കോടതി പരിഗണിക്കും. പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ ഇന്ന് ഹൈക്കോടതി. കേന്ദ്ര സർക്കാരിനെതിരായ LDFന്റെ സമരം ഇന്ന് തിരുവനന്തപുരം രക്തസാക്ഷി മണ്ഡപത്തിൽ. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ജനപ്രതിനിധികളും പങ്കെടുക്കും. സംസ്ഥാനത്തിനെതിരെ സാമ്പത്തിക ഉപരോധമെന്ന ആരോപണം. രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെ സത്യഗ്രഹം. ശബരിമല മകരവിളക്കിനൊരുങ്ങി സന്നിധാനം. ഇന്ന് തിരക്കിൽ കുറവ്. തീർത്ഥാടകർക്ക് തടസ്സങ്ങളൊന്നുമില്ലാതെ സന്നിധാനത്തെത്തി ദർശനം നടത്തി മടങ്ങാൻ കഴിയും. ഇന്നലെ 69,299 തീർത്ഥാടകർ ദർശനം നടത്തി. ശബരിമലയിലേക്കുള്ള തിരുവാഭരണ ഘോഷയാത്ര ഉച്ചയ്ക്ക് 1 മണിക്ക് പുറപ്പെടും. പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രം ഭക്തിസാന്ദ്രം. മകരസംക്രമം 14-ന്. ജനനായകൻ സിനിമാ ഹർജി ഇന്ന് സുപ്രീം കോടതിയിൽ. അപ്പീൽ മദ്രാസ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് സ്റ്റേക്കെതിരെ. കരൂർ ദുരന്തത്തിൽ വിജയ് ഇന്ന് CBIക്ക് മുന്നിൽ. ചാർട്ടേഡ് വിമാനത്തിൽ അല്പസമയത്തിനകം ഡൽഹിയിലെത്തും. വിഴിഞ്ഞവാർഡിലെ നിർണായക ഉപതെരഞ്ഞെടുപ്പ് പുരോഗമിക്കുന്നു. സിറ്റിംഗ് വാർഡ് നിലനിർത്താൻ CPM-ഉം വാർഡ് തിരിച്ചുപിടിക്കാൻ കോൺഗ്രസും. കോർപ്പറേഷനിൽ കേവല ഭൂരിപക്ഷം സ്വന്തമാക്കാൻ BJP. ഇടത് വലത് വിമതന്മാരടക്കം 9 പേർ മത്സര രംഗത്ത്. ISROയുടെ ഈ വർഷത്തെ ആദ്യ വിക്ഷേപണം ഇന്ന്. PSLV C-62 ബഹിരാകാശത്തേക്ക്. രാവിലെ 10:17-ന് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് വിക്ഷേപണം. ഇറാനിൽ മരണസംഖ്യ 500 കടന്നു. 10,000-ലധികം പേർ അറസ്റ്റിൽ. പ്രതിഷേധം കൂടുതൽ നഗരങ്ങളിലേക്ക് വ്യാപിക്കുന്നു. ഇറാനെതിരെ ട്രംപ് യുദ്ധത്തിനൊരുങ്ങുന്നതായി US മാധ്യമങ്ങൾ. ആക്രമിച്ചാൽ തിരിച്ചടിക്കുമെന്ന് ഇറാൻ. കോട്ടയം കാഞ്ഞിരപ്പള്ളിയിൽ വീടിനുള്ളിൽ സ്ത്രീയെയും യുവാവിനെയും മരിച്ച നിലയിൽ കണ്ടെത്തി. കാഞ്ഞിരപ്പള്ളി സ്വദേശിനി മോർക്കാവിൽ ഷേർലി മാത്യു ആണ് മരിച്ചത്. സ്ത്രീയെ കഴുത്തറത്ത നിലയിലും യുവാവിനെ തൂങ്ങി മരിച്ച നിലയിലുമാണ് കണ്ടെത്തിയത്. മറ്റൊരു പ്രധാനപ്പെട്ട ആദ്യ വാർത്തയിലേക്ക് കടന്നാൽ, 3-ാം ബലാത്സംഗ കേസിലെ അതിജീവിതയ്ക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ അയച്ച ഭീഷണി സന്ദേശങ്ങൾ News 18. തനിക്കെതിരെയും കുടുംബത്തിനെതിരെയും നിന്നവരെ അതേ നാണയത്തിൽ തിരിച്ചു കൊടുക്കും. പേടിപ്പിക്കാൻ നീയെന്നല്ല, ലോകത്ത് ഒരു മനുഷ്യനും നോക്കേണ്ട. നീ എന്തു ചെയ്താലും അതിൻ്റെ ബാക്കി താൻ ചെയ്യുമെന്നും അത് നിനക്ക് താങ്ങില്ലെന്നും സന്ദേശത്തിൽ പറയുന്നു. ഈ കേസ് കോടതിയിൽ വരുമ്പോഴുള്ള അവസ്ഥ അറിയാമല്ലോ എന്നും നാട്ടിൽ വന്നാൽ കുറേ ആളുകളുമായി വീട്ടിൽ വരുമെന്നുമാണ് ഭീഷണി. അതേസമയം കേസിൽ അറസ്റ്റിലായ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കസ്റ്റഡിയിൽ വാങ്ങാൻ പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് അപേക്ഷ നൽകും. 7 ദിവസത്തെ കസ്റ്റഡി ആവശ്യപ്പെട്ടാണ് തിരുവല്ല കോടതിയെ സമീപിക്കുക. ഒപ്പം രാഹുലിൻ്റെ ഒരുപക്ഷെ മുൻകൂർ ജാമ്യ ഹർജിയും ഇന്ന് തിരുവല്ല കോടതിയിൽ നൽകിയേക്കുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇന്നലെ അഭിഭാഷകൻ ശാസ്ത്രമംഗലം അജിത് കുമാർ ഇത് സംബന്ധിച്ച സൂചനകൾ നൽകിയ ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. ഡാൻ കുര്യൻ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ. ഡാന്, ഈ തുടർച്ചയായ 3-ാമത്തെ സംഭവത്തിലും ഒരു തരത്തിലുമുള്ള സാമാന്യ മനുഷ്യൻ ചിന്തിക്കുന്ന തരത്തിലല്ല രാഹുലിൻ്റെ പെരുമാറ്റവും ചാറ്റുകളും മറ്റും. അയാൾ ഭീഷണിപ്പെടുത്തുകയാണ്. താൻ പിടിക്കപ്പെടുമെന്നും ഇയാൾക്കെതിരാകുമെന്ന് കാണുമ്പോഴൊക്കെ ഇയാളുടെ സംസാരമൊക്കെ അതിരുകടക്കുകയാണ്. എന്താണ് ഇയാൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമ്മൾ വല്ലാതെ ചിന്തിച്ചു പോകുന്ന കാലമാണ്. അത്രത്തോളം ഭീഷണിപ്പെടുത്തുന്ന സംഭാഷണങ്ങൾ അല്ല ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്.
അതായത് കഴിഞ്ഞ നവംബർ മാസത്തിൽ ഈ ആദ്യ പരാതി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിയമ സംവിധാനങ്ങൾക്ക് മുമ്പിലേക്ക് എത്തുന്നതുമായി ബന്ധപ്പെട്ട് ചില ശബ്ദ സന്ദേശങ്ങൾ പുറത്തു വന്നിരുന്നു. അത് വലിയ തരത്തിൽ ചർച്ചയായി മാറുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അതിനിടയിലാണ് വിദേശത്തായിരുന്ന ഈ മൂന്നാം കേസിലെ പരാതിക്കാരി നാട്ടിലേക്ക് എത്തുന്നത്. രാഹുലിനെ കാണാനായാണ് നാട്ടിലെത്തിയത്. അങ്ങനെ അവർ പാലക്കാടെത്തി രാഹുലിനെ നിരന്തരം ഫോണിൽ ബന്ധപ്പെട്ടിട്ടും രാഹുലിൻ്റെ ഭാഗത്തു നിന്ന് അവഗണനയാണ് ഉണ്ടായത്. രാഹുലിൻ്റെ സുഹൃത്തുക്കളെ വിളിക്കാൻ ശ്രമിച്ചപ്പോൾ അവരുടെ ഭാഗത്തു നിന്നും അതേ നിലപാട്. അങ്ങനെ ഇതിനെല്ലാം ശേഷം എന്തുകൊണ്ട് കാണാൻ പറ്റിയില്ല എന്ന് ചോദിച്ചു തുടങ്ങിയ സംസാരമാണ് ഒടുവിൽ ഭീഷണിയിലേക്കും വെല്ലുവിളിയിലേക്കുമൊക്കെ പോകുന്ന തരത്തിലേക്ക് മാറിയത്. അതിൽ ഓരോ വാക്കുകളും വളരെ വ്യക്തമാണ്. കാരണം ഈ ഗർഭചിത്രം നടത്തേണ്ടി വന്നതിൻ്റെ വേദനയിൽ കഴിയുന്ന ഒരു യുവതിയോടാണ് ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ എനിക്കെതിരെ പരാതിയുമായി മുമ്പോട്ട് പോയാൽ ഞാനത് താങ്ങും, പക്ഷേ അത് കഴിഞ്ഞ് ഞാൻ ചെയ്യാൻ പോകുന്നത് നീ താങ്ങില്ല എന്ന തരത്തിലുള്ള പരാമർശങ്ങൾ. അത് കഴിഞ്ഞ് ആ കുടുംബത്തിന് കൂടി അതിൻ്റെ വില കൊടുക്കേണ്ടി വരും, ഞാൻ കുറേ ആളുകളുമായി വീട്ടിലെത്തും എന്ന തരത്തിലുള്ള സന്ദേശങ്ങളാണ് യുവതിക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ അയച്ചതെന്ന് കൃത്യമായി തന്നെ ഈ ചാറ്റുകളിൽ വ്യക്തമാണ്. അതോടൊപ്പം എന്നെ ഇല്ലാതെ എനിക്കൊന്നും നോക്കാനില്ല എന്ന പരാമർശം ആ ചാറ്റിലുണ്ട്. കോടതിയിൽ എത്തിയാൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാമല്ലോ, അതായത് കോടതി തനിക്ക് അനുകൂലമായ വിധി പറയൂ എന്ന ഒരു ഓവർ കോൺഫിഡൻസിൽ ഭീഷണിപ്പെടുത്താനുള്ളൊരു ശ്രമം രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തുന്നുവെന്ന് വ്യക്തമാക്കുന്ന ചാറ്റുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ കുടുംബത്തെ കൂടി, അതായത് ഈ ഇരയായ യുവതിയെ മാത്രമല്ല അവരുടെ കുടുംബത്തെ കൂടിയാണ് ഭീഷണിപ്പെടുത്തുന്നത്. ഏതെങ്കിലും തരത്തിൽ വിവരങ്ങൾ പുറത്തു വന്നാൽ അവർക്കത് താങ്ങാൻ കഴിയില്ല, അവരെ അടക്കം ഞാൻ കാണിച്ചു കൊടുക്കും എന്ന തരത്തിലുള്ള ഭീഷണിയുടെ സ്വരമാണ് ഈ വാക്കുകളിൽ. അതായത് നീ പ്രസ് മീറ്റ് നടത്തിക്കോളൂ, ബാക്കി ഞാൻ കാണിച്ചു തരാം എന്ന് കൃത്യമായി ഈ സന്ദേശത്തിൽ പറയുന്നുണ്ട്. നമുക്കറിയാം ഇങ്ങനെയൊരു ദുരവസ്ഥയിലൂടെ കടന്നുപോയ ഒരു യുവതി ഒരു തരത്തിലും ഇങ്ങനെയൊരു ഭീഷണി സമൂഹത്തിൽ ഇങ്ങനെ ഒരു സ്വാധീനമുള്ള വ്യക്തിയുടെ ഭാഗത്തു നിന്ന് വന്നാൽ അവർ ഒരു തരത്തിലും ഒരു പരാതിയുമായി ഒരു നിയമ സംവിധാനങ്ങൾക്ക് മുമ്പിലേക്കും എത്തില്ല. കാരണം ഈ വാക്കുകൾ കേട്ടാൽ ആരും പകച്ചു പോകും. അത്തരത്തിൽ പകച്ചു കഴിയുകയായിരുന്നു യുവതി. പക്ഷേ ആദ്യ 2 കേസുകളിൽ ഇരയാക്കപ്പെട്ട യുവതികൾ പരാതിയുമായി നിയമ സംവിധാനങ്ങൾക്ക് മുമ്പിൽ എത്തുകയും അവരുമായി ഈ 3ാമത്തെ കേസിലെ പരാതിക്കാരി സംസാരിക്കുകയും അവരുടെ ദുരനുഭവങ്ങൾ പങ്കുവെക്കുകയും ചെയ്തതിൽ നിന്നാണ് അവർ ധൈര്യം സംഭരിച്ച് പരാതിയുമായി മുമ്പോട്ട് വരാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. അങ്ങനെയാണ് അവർ SITക്ക് നേരിട്ട് പരാതി നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. അങ്ങനെയെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എത്രമാത്രം ക്രിമിനലായിട്ടാണ് ചിന്തിച്ചത് ഇങ്ങനെയൊരു വിഷയത്തിൽ ഇവരെ കൃത്യമായി നിയമ സംവിധാനങ്ങൾക്ക് മുമ്പിലേക്ക് പരാതിയുമായി എത്താതിരിക്കാനുള്ള എത്ര വലിയ ശ്രമമാണ് അവർ നടത്തിയതെന്ന് വ്യക്തമാക്കുന്ന സന്ദേശങ്ങളാണ് പുറത്തു വരുന്നത്. ആദ്യ കേസിലെ പരാതിക്കാരിയോടും സമാനമായ തരത്തിലുള്ള ഭീഷണിയാണ് രാഹുൽ നടത്തിയത്. അത് നമ്മൾ നേരത്തെ കേട്ടതാണ്, ഞെട്ടലോടെ കേട്ടതാണ് കേരളം. അതിനു പിന്നാലെയാണ് ഇപ്പോൾ രാഹുൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന കേസിലെ പരാതിക്കാരിയുമായി രാഹുൽ നടത്തിയ സംഭാഷണത്തിലെ ചാറ്റുകളുടെ വിശദാംശങ്ങൾ പുറത്തു വരുന്നത്. അതായത് ഓരോ ആളുകളെ ഇരയാക്കുമ്പോഴും അതിനുശേഷം അവരെ പ്രതിരോധത്തിലാക്കാൻ കഴിയുന്ന, വെട്ടിലാക്കാൻ കഴിയുന്ന ചില ഡിജിറ്റൽ തെളിവുകൾ രാഹുൽ കൈവശം വെച്ചതിന് ശേഷമാണ് അടുത്ത ഇരയിലേക്ക് പോയിരുന്നത് എന്നാണ് നമുക്ക് അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തുനിന്ന് ലഭിക്കുന്ന സൂചനകൾ. അന്വേഷണം ഇങ്ങനെയൊരു നിർണായക ഘട്ടത്തിലായതിനാൽ കൂടുതൽ വിവരങ്ങൾ പങ്കുവെക്കാൻ കഴിയില്ല എന്നാണ് അവർ പറയുന്നത്. അതേസമയം ഈ തിരുവല്ലയിൽ ഈ യുവതിയെ കൊണ്ട് മുറിയെടുപ്പിച്ച ഹോട്ടലിലെ രജിസ്റ്ററിൽ നിന്ന് രാഹുൽ BR എന്ന പേര് കൂടി അവർ കണ്ടെത്തിയിട്ടുണ്ട്. അതായത് യുവതിക്കൊപ്പം രാഹുൽ BR എന്ന രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേര് കൂടി രജിസ്റ്ററിൽ അവിടെ രേഖപ്പെടുത്തിയതാണ് ഇവിടെ പ്രോസിക്യൂഷന് ഏറ്റവും വലിയൊരു തെളിവായി മാറാൻ പോകുന്നത്. അതോടൊപ്പം CCTV ദൃശ്യങ്ങൾ റിക്കവർ ചെയ്യാനുള്ള ശ്രമവും പോലീസ് നടത്തുന്നുണ്ട്. അവരുടെ ടവർ ലൊക്കേഷൻ അടക്കം, ഇരുവരുടെയും ടവർ ലൊക്കേഷൻ അടക്കം പോലീസ് പരിശോധിക്കാനും ഉള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പക്കൽ യുവതിയുമായി ബന്ധപ്പെട്ട ഒരു ശബ്ദ സന്ദേശം ഉണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. ആ ബലത്തിലാണ് താൻ ഈ കേസിൽ നിന്ന് പുറത്തു വരുമെന്ന് രാഹുൽ വാദിക്കുന്നതെന്നും പോലീസ് കരുതുന്നു. അതായത് അത് കൃത്യമായി തന്നെ നമ്മൾ തമ്മിലൊന്നും നടന്നിട്ടില്ലല്ലോ എന്ന തരത്തിൽ യുവതിയെ ഭീഷണിപ്പെടുത്തി ഈ സന്ദേശങ്ങൾ അയച്ചതിന് പിന്നാലെ രാഹുൽ യുവതിയെ ഭീഷണിപ്പെടുത്തി പറയിപ്പിക്കുന്ന ഒരു ശബ്ദ സന്ദേശമാണ് രാഹുലിൻ്റെ കൈവശമുള്ളത് എന്നാണ് അന്വേഷണ സംഘത്തിൻ്റെ നിഗമനം. അതുകൊണ്ട് തന്നെയാണ് ഈ ഫോണിലെ വിശദാംശങ്ങൾ പങ്കുവെക്കാൻ രാഹുൽ തയ്യാറാകാതിരിക്കുന്നത്. അതേസമയം അത് സയന്റിഫിക് പരിശോധനയ്ക്കായി ഫോറൻസിക് സംഘത്തിന് കൈമാറുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ സ്വാഭാവികമായി ആ ഫോണിലെ രാഹുലിൻ്റെ രഹസ്യങ്ങൾ മറനീക്കും. അത് കൃത്യമായി അന്വേഷണ സംഘം കണ്ടെത്തുകയും ചെയ്യും. അതിനുള്ള ശ്രമം ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. കസ്റ്റഡി അപേക്ഷയിൽ അതുകൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് തിരുവല്ല കോടതിയിലേക്ക്
പ്രോസിക്യൂഷൻ ഇന്ന് നീങ്ങുന്നതും. അതാണ് സാഹചര്യം. ഡാൻ കുര്യൻ വിവരങ്ങൾ പങ്കുവച്ചു. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിലെ അയോഗ്യനാക്കാനുള്ള നടപടികൾ നിയമസഭാ സ്പീക്കർ ഉടൻ ആരംഭിച്ചേക്കും എന്നുള്ള സൂചനകൾ ഇന്നലെ തന്നെ അദ്ദേഹം നൽകിയിരുന്നു. ചില MLA-മാർ ഇത്തരത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. കാരണം MLA-മാർക്ക് മൊത്തത്തിൽ ഇയാളുടെ ഈ ചെയ്തികളൊക്കെ വലിയ നാണക്കേടാണ് എന്നാണ് ഒരു വിലയിരുത്തൽ. VV അരുണുണ്ട്. അരുണ്, എത്രയും പെട്ടെന്ന് അതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചേക്കാം. ഇന്നലെ VD സതീശനടക്കം പറഞ്ഞത് അങ്ങനെ ഒരു സംഗതി വന്നാൽ അപ്പോൾ ആലോചിക്കാമെന്നാണ്. സ്വാഭാവികമായും കോൺഗ്രസിൻ്റെ പ്രതിപക്ഷത്തിൻ്റെയും പിന്തുണ ഉണ്ടാകുമല്ലോ. അതിനെ എതിർത്ത് നിലപാടെടുക്കാൻ സാധിക്കില്ലല്ലോ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. ിലേക്ക് വരാം. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ MLA സ്ഥാനവും തെറിക്കാൻ പോകുന്നു എന്നുള്ള സൂചനകൾ തന്നെയാണ് ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നത്. നിയമസഭാ സ്പീക്കർ ഇന്നലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ അത്തരമൊരു നീക്കത്തിന്റെ സൂചനകൾ നൽകിയിരുന്നു. VD സതീശൻ പ്രതിപക്ഷ നേതാവും ഇക്കാര്യത്തിൽ ചില വ്യക്തതകൾ പറഞ്ഞിരുന്നു. അരുൺ, വിവരങ്ങൾ. അത്തരം നീക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിലിനെ അയോഗ്യനാക്കാനുള്ള, അതായത് കേരള നിയമസഭയുടെ ചരിത്രത്തിൽ തന്നെ അത്തരമൊരു MLA ഇല്ല. നിയമസഭ മോശം പെരുമാറ്റത്തിന്റെ പേരിൽ അയോഗ്യത കൽപ്പിച്ച ഒരു MLA-യും കേരള നിയമസഭയുടെ ഇതുവരെയുള്ള ചരിത്രത്തിലില്ല. പക്ഷേ ആദ്യ MLA രാഹുൽ മാങ്കൂട്ടം മാറാനുള്ള എല്ലാ സാധ്യതകളുമാണ് ഇപ്പോൾ തുറന്നു വരുന്നത്. ഇന്നലെ സ്പീക്കർ അക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തു. അയോഗ്യതയ്ക്കുള്ള നിയമോപദേശം തേടിയിട്ടുണ്ട്. അതിന് മറ്റൊരു വഴി കൂടിയുള്ളത് എത്തിക്സ് ആൻഡ് പ്രിവിലേജ് കമ്മിറ്റിയുടെ ഇടപെടലാണ്. നിയമസഭയ്ക്ക് സ്പീക്കർക്ക് ആരെങ്കിലും രാഹുലിന്റെ പെരുമാറ്റം നിയമസഭയുടെ അന്തസ്സിന് ചേരാത്തതാണെന്ന രീതിയിൽ പരാതി നൽകിയാൽ അത് നിയമസഭയുടെ എത്തിക്സ് ആൻഡ് പ്രിവിലേജ് കമ്മിറ്റിക്ക് വിടാൻ കഴിയും. ആ കമ്മിറ്റിയെ പരിശോധനയ്ക്ക് ചുമതലപ്പെടുത്താൻ സ്പീക്കർക്ക് കഴിയും. കമ്മിറ്റി ഇയാൾ ചെയ്ത ഹിയറിംഗിലൂടെ കുറ്റകരമെന്ന് കണ്ടെത്തിയാൽ പിന്നീട് സഭാനാഥനായ മുഖ്യമന്ത്രി പ്രമേയം അവതരിപ്പിക്കും. ഈ അംഗത്തെ അയോഗ്യരാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രമേയം അവതരിപ്പിക്കും. ആ രീതിയിൽ അയാളെ അയോഗ്യരാക്കാം. ഭരണപക്ഷം ഇടതുപക്ഷം അയോഗ്യതാ നീക്കം നടത്തട്ടെ, അപ്പോൾ തീരുമാനിക്കാമെന്നാണ് പ്രതിപക്ഷ നേതാവ് ഇതിൽ വ്യക്തമാക്കിയത്. അത് പ്രതിപക്ഷത്തിനും ഒരുപക്ഷെ ഇതിൽ നിയമസഭയെ പിന്തുണയ്ക്കേണ്ടി വരും, ഭരണപക്ഷത്തെ പിന്തുണയ്ക്കേണ്ടി വരും. രാഹുലിനെ സംരക്ഷിക്കാൻ പ്രതിപക്ഷത്തിന് കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാകും. അല്ലെങ്കിൽ സ്പീക്കർക്ക് MLA-മാരുടെ പ്രത്യേക സമിതി രൂപീകരിക്കാം. അതിന്റെ ശുപാർശ അനുസരിച്ചും സഭാനാഥനായ മുഖ്യമന്ത്രി പ്രമേയത്തിന്റെ അടിസ്ഥാനത്തിൽ രാഹുലിനെ അയോഗ്യനാക്കാൻ നടപടികളിലേക്ക് പോകാം. അത്തരം ആലോചനകൾ ശക്തമായി തന്നെ നടക്കുന്നുണ്ട്. നിയമോപദേശം തേടിക്കഴിഞ്ഞു. 20-ന് നിയമസഭാ സമ്മേളനം ആരംഭിക്കും. ഒരുപക്ഷെ അതിനു മുമ്പ് തന്നെ ഇതിനുള്ള നിർണായക നീക്കം സഭയിൽ തുടങ്ങിയേക്കാം. അതാണ് സാഹചര്യം. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ MLA സ്ഥാനവും തെറിക്കാൻ പോകുന്നു എന്നുള്ള സൂചനകളാണ് പുറത്തുവരുന്നത്. ഇതിനിടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പരാതിക്കാരിയെ വ്യാജ അതിജീവിത എന്ന് വിളിച്ച് അധിക്ഷേപിച്ച സംഭവത്തിൽ രാഹുൽ ഈശ്വറിന്റെ ജാമ്യം റദ്ദാക്കണമെന്ന ഹർജി കോടതി ഇന്ന് പരിഗണിക്കുന്നുണ്ട്. രാഹുൽ ഈശ്വർ ജാമ്യ വ്യവസ്ഥയുടെ ലംഘനം നടത്തിയെന്ന് ആരോപിച്ച് യുവതി നൽകിയ പരാതിയിലാണ് പോലീസ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചത്. രാഹുലിന്റെ ജാമ്യം റദ്ദാക്കണമെന്നാണ് പ്രോസിക്യൂഷന്റെ വാദം. തിരുവനന്തപുരം CJM കോടതിയാകും ഹർജി പരിഗണിക്കുക. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ റിമാൻഡിൽ തുടരുന്ന തന്ത്രി കണ്ഠരര് രാജീവരെ കസ്റ്റഡിയിൽ വാങ്ങാൻ SIT കോടതിയിൽ ഇന്ന് അപേക്ഷ സമർപ്പിക്കും. അതേസമയം തന്ത്രിയുടെ ജാമ്യാപേക്ഷ കൊല്ലം വിജിലൻസ് കോടതി നാളെ പരിഗണിച്ചേക്കും. ശാരീരിക അസ്വസ്ഥതകളെ തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയ തന്ത്രി രാജീവരെ കഴിഞ്ഞ ദിവസം തിരികെ പൂജപ്പുര സ്പെഷ്യൽ സബ് ജയിലിലേക്ക് എത്തിച്ചിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും തന്ത്രിയെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനുള്ള നീക്കമാണ് പ്രത്യേക അന്വേഷണ സംഘം നടത്തുന്നത്. ഡാൻ കുര്യൻ വിവരങ്ങളുമായി. ശരിയാണ് ഡാന്, തന്ത്രി ഇപ്പോൾ തിരികെ ജയിലിലാണ്, പൂജപ്പുര ജയിലിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം ചെയ്യൽ എപ്പോഴത്തേക്കാകും? ഒപ്പം തന്ത്രിയെ മാപ്പുസാക്ഷിയാക്കാൻ പോകുന്നു എന്നുള്ള ചില കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസമൊക്കെ പുറത്തു വന്നിരുന്നു. അതെന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ? അത്തരം ആലോചന SIT ഉണ്ടോ? ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് SIT കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്ത് പിന്നീട് റിമാൻഡിലായ തന്ത്രി കണ്ഠരര് രാജീവരെ വിശദമായ ചോദ്യം ചെയ്യലിന് വേണ്ടി കസ്റ്റഡിയിൽ വാങ്ങാനുള്ള നീക്കമാണ് അന്വേഷണ സംഘം ആരംഭിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് കൊല്ലം വിജിലൻസ് കോടതിയിൽ കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ കസ്റ്റഡിയിൽ വിട്ടുകിട്ടണം. 4-5 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടുകിട്ടണമെന്ന ആവശ്യമായിരിക്കും SIT ഉന്നയിക്കുക. അതിനുശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൂടി കസ്റ്റഡിയിൽ വാങ്ങി ഇരുവരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനുള്ളൊരു നീക്കമാണ് SIT നടത്തുന്നത് എന്നാണ് വിവരം. ആചാരലംഘനം നടന്നിരിക്കുന്നു, മൗനാനുവാദം നൽകി ഈ തട്ടിപ്പിന് എന്നതാണ് തന്ത്രിക്കെതിരായ പ്രധാനപ്പെട്ട ആരോപണങ്ങൾ. അതേസമയം തന്ത്രിയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന മറ്റ് ആക്ഷേപങ്ങളിലും അന്വേഷണം പുരോഗമിക്കുകയാണ് എന്നാണ് SIT നൽകുന്ന സൂചനകൾ.
അതിനിടയിലാണ് തന്ത്രി കണ്ഠരര് രാജീവരുടെ ജാമ്യാപേക്ഷ കൂടി കൊല്ലം വിജിലൻസ് കോടതിയിലേക്ക് എത്തുന്നത്. കോടതി ഈ വിഷയത്തിൽ എന്ത് നിലപാടെടുക്കുമെന്നത് ശ്രദ്ധേയമാണ്. കാരണം കഴിഞ്ഞ ദിവസം ശാരീരികമായ അസ്വാസ്ഥ്യങ്ങൾ നേരിട്ടതിനെ തുടർന്ന് അദ്ദേഹത്തെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ MICUവിൽ പ്രവേശിപ്പിച്ചിരുന്നു. അവിടെ ചികിത്സകളൊക്കെ പൂർത്തിയാക്കി കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹത്തെ തിരികെ തിരുവനന്തപുരം പൂരപ്പുരയിലെ സ്പെഷ്യൽ സബ് ജയിലിലേക്ക് മാറ്റിയിരിക്കുന്നത്. ഇപ്പോൾ ആരോഗ്യനിലയിൽ മറ്റ് പ്രശ്നങ്ങളില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. എന്തായാലും തന്ത്രിയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങളിൽ വിശദമായ അന്വേഷണം തന്നെ നടത്തും. അതിന്റെ ഭാഗമായാണ് അദ്ദേഹത്തെ വീണ്ടും ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഇന്ന് കൊല്ലം വിജിലൻസ് കോടതിയിൽ പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കുന്നത്. ശരി ഡാൻ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ 3 പ്രതികളുടെ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതിയിൽ ഇന്ന് വാദമുണ്ട്. A. പത്മകുമാർ, മുരാരി ബാബു, ഗോവർദ്ധൻ എന്നിവരുടെ ജാമ്യാപേക്ഷയിലാണ് ഒരുമിച്ച് വാദം കേൾക്കുക. സ്വർണ്ണക്കൊള്ളയിൽ പ്രതികളെ കസ്റ്റഡി അപേക്ഷ ED ഇന്ന് കോടതിയിൽ സമർപ്പിക്കും. പ്രതികളുടെ സ്വത്തുക്കൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടിയേക്കും എന്നുള്ള വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതായത് EDയുടെ വലയിൽ കൂടി പ്രതികൾ പെടാൻ പോകുന്നു എന്നുള്ളതാണ്. ഡാനി, അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ജാമ്യം പത്മകുമാർ ലഭിക്കുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണണം. ഒപ്പം EDയുടെ വരവ് കൂടി എങ്ങനെ കാണണം? ഡാനി പോളിലേക്ക് വരാം. ഏതായാലും ED കൂടി ഈ കേസിൽ ഇടപെടുന്നു. 3 പ്രതികളുടെ ജാമ്യാപേക്ഷ ഇന്ന് ഹൈക്കോടതിയിലുണ്ട്. ED സ്വത്തുക്കൾ കണ്ടുകെട്ടുന്നു എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ എക്സ്റ്റൻറ്റ് വളരെ വലുതാണ്. കൂടുതലായി ഇവരൊക്കെ കുടുങ്ങാൻ പോകുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്ന പശ്ചാത്തലമുണ്ട്. നമുക്ക് കാത്തിരുന്നു കാണണം എന്താകും ഈ പ്രതികളുടെ അവസ്ഥ എന്നുള്ളത്. വളരെ പ്രധാനപ്പെട്ട നീക്കങ്ങളുമായി ED മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ അല്പസമയത്തിനകം തന്നെ ഡാനി ഇപ്പോൾ ചേരുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഡാനി, വിവരങ്ങൾ. രഞ്ജിത്ത്, ഇന്ന് 3 പേരുടെയും ജാമ്യാപേക്ഷകൾ ഇന്ന് കോടതി പരിഗണിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഈ കേസിലേക്ക് ED കൂടി കടന്നു വരുന്ന ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നത്. കാരണം ഈ പ്രമാദമായ ഒരു കേസായിട്ട് ശബരിമല സ്വർണ്ണക്കടത്ത് കേസ് മാറുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ED ഈ കേസിൽ ഏതെങ്കിലും രീതിയിലുള്ള കള്ളപ്പണ ഇടപാടുകൾ അടക്കമുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ എന്ന രീതിയിലുള്ള വസ്തുതാപരമായൊരു പരിശോധന കൂടി ED നടത്തുകയാണ്. കാരണം ECIR ഉൾപ്പെടെയുള്ളത് രജിസ്റ്റർ ചെയ്യപ്പെട്ട് കഴിഞ്ഞു. ഇനിയിപ്പോൾ കോടതി ഒരുപക്ഷെ സമീപിച്ചേക്കും. കാരണം ഇതിൻ്റെ ഒരു മുന്നോട്ടുള്ള പോക്ക്, ഗതിവിഗതികൾ നിയന്ത്രിക്കുന്നത് കോടതികൾ, ഹൈക്കോടതി നേരിട്ട് തന്നെ ആയതുകൊണ്ട് തന്നെയാണ്. കാരണം ഈ കേസിൽ ഇപ്പോഴുള്ള പ്രതികൾ തന്നെയാണ് ECIR പ്രകാരം ED രജിസ്റ്റർ ചെയ്ത കേസിലെയും പ്രതികൾ. അപ്പോൾ ഇവരെ ചോദ്യം ചെയ്യേണ്ടത് അടക്കമുള്ള കാര്യങ്ങൾ EDക്ക് കൂടി അതിൻ്റെ ഒരു ബാധ്യതയിലേക്ക് വരുന്നത് കൊണ്ട് ED കൂടി ഈ കേസിലേക്ക് വരുമ്പോൾ വരുന്ന മുറയ്ക്ക് കൂടുതൽ ചോദ്യം ചെയ്യൽ EDയുടെ ഭാഗത്തു നിന്ന് ഈ കേസിലുണ്ടാകും. ഇന്ന് കോടതിയിൽ നടക്കുന്നത് ഈ 3 പ്രതികളുടെയും ജാമ്യാപേക്ഷയിലുള്ള ഒരു വാദമാണ് ഇന്ന് നടക്കുന്നത്. പ്രധാനമായും ഈ കേസിൽ കൃത്യമായ രീതിയിലുള്ള ഒരു ഇടപെടൽ ഈ 3 പേരും ഗൂഢാലോചനകൾ അടക്കമുള്ള കാര്യങ്ങൾ നടത്തിയിട്ടുണ്ട്. പത്മകുമാർ അടക്കമുള്ള ആളുകൾ നടത്തിയിട്ടുള്ളത് കൃത്യമായ ഒരു ഇടപെടൽ തന്നെ ഇതിലുണ്ട്. വെയിൽ തന്നെ വിളവ് തിന്നുന്ന ഒരു അവസ്ഥയിലേക്ക് എല്ലാം തന്നെ കാര്യങ്ങൾ പോയിട്ടുണ്ട് എന്ന് കോടതി തന്നെ പറയുന്ന ഒരു സ്ഥിതി ഈ ജാമ്യവാദത്തിൻ്റെ വേളയിലെല്ലാം തന്നെ ഉണ്ടായിട്ടുണ്ട്. കോടതിയുടെ ഭാഗത്ത് നിന്ന് നിശ്ചിതമായ വിമർശനം പലതവണ അന്വേഷണ സംഘം കേൾക്കേണ്ടി വന്നതും കൂടുതൽ തെളിവുകളിലേക്ക് പോകാനായിട്ട് അവരെയും നിർബന്ധിതരാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന വേളയിൽ കൃത്യമായും തന്നെയും ഇതുവരെ നടത്തിയിട്ടുള്ള അന്വേഷണത്തിൻ്റെയും എന്തുകൊണ്ട് ഇവരുടെ ജാമ്യാപേക്ഷ എതിർക്കുന്നു, ഇവർക്ക് ഈ കേസിലെല്ലാം തന്നെ എത്രമാത്രം പങ്കുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഒന്നുകൂടി കോടതിക്ക് മുൻപാകെ ബോധ്യപ്പെടുത്താനായിട്ട് പ്രത്യേക അന്വേഷണ സംഘത്തിനും സർക്കാരിനും തന്നെ സാധിക്കുകയും ചെയ്യും. ഏതായാലും ഇന്ന് ഇതിൽ വാദം തുടരുകയാണ് ഇന്നത്തെ ഒരു നടപടി എന്ന് പറയുന്നത്. ഒരുപക്ഷെ കോടതിയുടെ ഭാഗത്തു നിന്നും ഉള്ളൊരു നിരീക്ഷണങ്ങളും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരാനുള്ളൊരു സാധ്യതയും നിലവിലുണ്ട്. കേന്ദ്ര സർക്കാരിനെതിരെ ഇടതുമുന്നണിയുടെ സത്യഗ്രഹ സമരം ഇന്ന്. അല്പസമയത്തിനകം തിരുവനന്തപുരം രക്തസാക്ഷി മണ്ഡപത്തിന് മുന്നിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സമരം ആരംഭിക്കും. രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെ നടക്കുന്ന സമരത്തിൽ മന്ത്രിമാർ, MLA മാർ, ഇടതുമുന്നണി നേതാക്കൾ എന്നിവരും പങ്കെടുക്കും. വികസന മുന്നേറ്റം തടസ്സപ്പെടുത്തി സർക്കാരിനെയും നാടിനെയും ശ്വാസം മുട്ടിക്കാൻ കേന്ദ്രം സാമ്പത്തിക ഉപരോധം അടിച്ചേൽപ്പിക്കുന്നുവെന്ന് ആരോപിച്ചാണ് സമരം. VV അരുൺ വിവരങ്ങളുമായി ചേരുകയാണ്. അരുണ്, മന്ത്രിസഭ മുഴുവൻ, ഇടതുപക്ഷ ജനപ്രതിനിധികൾ മുഴുവൻ അണിനിരക്കുന്ന ഒരു സമരം, ഒരു അപൂർവമായ ഒരു സമരത്തിന് തലസ്ഥാനം സാക്ഷ്യം വഹിക്കുകയാണ്. എങ്ങനെയാണ് ഇതിൻ്റെ ക്രമീകരണങ്ങൾ?
സമരത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർണ്ണമാണ്. 10 മണിക്ക് തന്നെ മുഖ്യമന്ത്രി എത്തും. സമരം ആരംഭിക്കും. ഇപ്പോൾ തന്നെ മന്ത്രിമാർക്ക് ഇവിടെ എത്തിയിട്ടുണ്ട്. മന്ത്രി വി ശിവൻകുട്ടിയും GR അനിലും അടക്കമുള്ള മന്ത്രിമാർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അവരുടെ പ്രതികരണങ്ങളിലേക്ക് നമുക്ക് പോകാം. മന്ത്രി വി ശിവൻകുട്ടി ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. കേന്ദ്രത്തിനെതിരെ ശക്തമായ ഒരു സമരമാണ്. തെരഞ്ഞെടുപ്പിന് ഇനി ആഴ്ചകൾ മാത്രമുള്ളപ്പോൾ ഇതൊരു രാഷ്ട്രീയ നീക്കം കൂടിയല്ലേ? രാഷ്ട്രീയ നീക്കത്തിന് അപ്പുറമായി കേരളത്തിന്റെ അഭിമാനം സംരക്ഷിക്കുവാനും കേരളത്തിന് കിട്ടേണ്ട ന്യായമായ സാമ്പത്തിക സഹായം ലഭിക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടമാണ്. പിണറായി വിജയൻ 2ാം പ്രാവശ്യം മുഖ്യമന്ത്രി ആയതിനു ശേഷം 3 പ്രാവശ്യമാണ് കേന്ദ്ര ഗവൺമെന്റിനെതിരെ സമരവുമായി രംഗത്ത് വന്നിട്ടുള്ളത്. ജനാധിപത്യപരമായി ആദ്യം ഡൽഹിയിൽ മന്ത്രിമാരുടെ നേതൃത്വത്തിൽ ഒരു സമരം നടന്നു. MLA-മാർ ഇതിൽ പങ്കെടുത്തിരുന്നു. അത് ഇതേ ആവശ്യം തന്നെയാണ്. രണ്ടാമത് റിസർവ് ബാങ്കിന്റെ മുന്നിൽ സഹകരണ രംഗത്തെ പ്രശ്നങ്ങൾ വെച്ചുകൊണ്ടുള്ള സമരം മുഖ്യമന്ത്രി നേതൃത്വത്തിൽ നടന്നു. അതായത് 3ാം പ്രാവശ്യം നടക്കുന്നു. കാരണം എല്ലാ വികസന രംഗത്തിൽ മറ്റേതൊരു സംസ്ഥാനത്തേക്കാൾ മുന്തിയ സ്ഥാനമാണ് കേരളത്തിനുള്ളത്. അത് ഞങ്ങൾ പറയുന്നതല്ല. കേന്ദ്ര ഗവൺമെന്റിന്റെ അന്വേഷണ ഏജൻസികളും ഏജൻസികളും പഠന വിഭാഗവും ഒക്കെ തന്നെ പറയുന്നതാണ്. കേരളം എല്ലാ രംഗത്തും 1ാം സ്ഥാനമാണ്. ഏതെങ്കിലും രംഗത്ത് പുറകോട്ട് പോകുമെന്ന് പറയാൻ വേണ്ടി പറ്റില്ല. അത് കേരളത്തിൻ്റെ തനതായ ഫണ്ട് സ്വരൂപിച്ച് നികുതി പിരിച്ചെടുത്തുമാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സംസ്ഥാനത്തോട് ഒരു നാഷണൽ ഗവൺമെൻറ് ഒരിക്കലും കാണിക്കാൻ വേണ്ടി പാടില്ല. ഫെഡറൽ തത്വങ്ങൾക്ക് ഭരണഘടനയ്ക്ക് എതിരാണ് ഇത് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ അത് ജനം അത് ചോദിക്കുമെന്നുള്ള കാര്യം സംശയമില്ല. അപ്പം ഇതുവരെ ഒരു ബുദ്ധിമുട്ടും കേരളത്തിലെ ജനങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. ശമ്പളത്തിൻ്റെ കാര്യത്തിലായിരുന്നാൽ, വികസന പ്രവർത്തനത്തിൻ്റെ കാര്യത്തിലായിരുന്നാൽ, എന്തിനധികം പറഞ്ഞു കേന്ദ്ര ഗവൺമെൻറ് തന്നെ വികസനത്തിൻ്റെ കാര്യത്തിൽ ഉള്ള ഈ റോഡ് നാഷണൽ ഹൈവേ വികസനത്തിൻ്റെ കാര്യത്തിൽ പിന്നെ പതിവിന് വ്യത്യസ്തമായി ഫണ്ട് വാങ്ങുന്ന സ്ഥിതിവിശേഷമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇത് ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളത് ഏറ്റവും വിദ്യാഭ്യാസ രംഗത്തും ഫണ്ടുകൾ കേന്ദ്രത്തിൽ കിട്ടാനുണ്ട്. 1500 കോടി രൂപയാണ് തരാനുള്ളത്. കുട്ടികളുടെ ആഹാരം മുടങ്ങുകയാണ്, പാഠപുസ്തക പ്രിന്റിംഗ് മുടങ്ങുകയാണ്. 7000-ഓളം വരുന്ന അധ്യാപകർക്ക് ശമ്പളം കൊടുക്കാൻ നിവൃത്തിയില്ല. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്ക് ആനുകൂല്യങ്ങൾ കൊടുക്കാൻ നിവൃത്തിയില്ല. വിദ്യാഭ്യാസ രംഗം ഈ ഇത്രയും നന്നായി പ്രവർത്തിച്ചെന്ന് അവർ തന്നെ പറയുന്നത്. രാജ്യത്ത് തന്നെ നടത്തിയിട്ടുള്ള അക്കാഡമിക് ടെസ്റ്റിൽ 2ാം സ്ഥാനമാണ് കേരളം വന്നിരിക്കുന്നത്. 1ാം സ്ഥാനം പഞ്ചാബാണ്. അപ്പോൾ അങ്ങനെയുള്ള സംസ്ഥാനത്തെ വിദ്യാഭ്യാസ രംഗത്തിന് ഒരു പുറകോട്ടടി ഉണ്ടാവട്ടെ എന്നുള്ള ആലോചനയോട് കൂടിയായിരിക്കും ഒരുപക്ഷെ കേന്ദ്ര ഗവൺമെന്റ് ഇങ്ങനൊരു സമീപനം സ്വീകരിച്ചിരിക്കുന്നത്. അതാണ് വിദ്യാഭ്യാസം അടക്കമുള്ള സകല രംഗത്തും കേന്ദ്രം സംസ്ഥാനത്തെ ശ്വാസം മുട്ടിക്കുകയാണ്, ഞെരുക്കുകയാണ്. കേന്ദ്ര വിഹിതം അർഹമായ വിഹിതം പോലും നൽകുന്നില്ല. ഇപ്പോൾ നമ്മോടൊപ്പം ഭക്ഷ്യമന്ത്രി GR അനിൽ കൂടി ചേരുന്നു. ഭക്ഷ്യരംഗത്ത് എങ്ങനെയാണ് കേന്ദ്രത്തിന്റെ നയങ്ങൾ സംസ്ഥാനത്ത് തിരിച്ചടിയാവുന്നത്? ഭക്ഷ്യമേഖല 2400 കോടി രൂപയാണ് കേന്ദ്രം നമുക്ക് നൽകാനുള്ളത്. നെല്ല് സംഭരണത്തിൽ കൃഷിക്കാരന് നെല്ലിന്റെ പണം കൊടുത്തതിന് ശേഷമുള്ള തുകയുടെ കണക്കാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ഒരു വല്ലാത്ത സമീപനം, ശ്വാസം മുട്ടിക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത്. കഴിഞ്ഞ 4 വർഷക്കാലം മുൻഗണനാതര വിഭാഗത്തിന് APL വിഭാഗത്തിനുണ്ടായിരുന്ന ഗോതമ്പ് നിഷേധിച്ചിരുന്നു. ഈ മാസം മുതലാണ് നമ്മൾ ഗോതമ്പ് കൊടുക്കാൻ കഴിയുന്ന അവസരം. മണ്ണെണ്ണ ഇടയ്ക്ക് നിഷേധിക്കുന്ന നിലപാട് സ്വീകരിച്ചു. അരി ഉത്സവ നാളുകളിൽ പോലും 1 മണി അരി വർദ്ധിപ്പിച്ച് നൽകിയിട്ടില്ല. ഉത്സവ നാളിൽ, ഓണനാളുകളിൽ, ക്രിസ്മസ് നാളുകളിൽ, വിഷുവിൻ്റെയും റംസാൻ്റെയും നാളുകളിൽ മലയാളിയെ സഹായിക്കാൻ ഏതൊരു ഗവൺമെൻറ്റും അധികം അരി നൽകിയിരുന്നതാണ്. അധിക ഭക്ഷ്യധാന്യം നൽകണമെന്ന ആവശ്യം നിരന്തരമായ കേരളത്തിൻ്റെ ആവശ്യമാണ്. പാർലമെൻറ്റിൽ MP-മാർ ആ വിഷയം ഉന്നയിക്കാൻ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ കൂടെ യോഗം തീരുമാനമനുസരിച്ച് അങ്ങനെയും ഉന്നയിച്ചിട്ടും അതിന് പരിഹാരം ഉണ്ടാകുന്നില്ല. മലയാളിയോട് കാട്ടുന്ന ക്രൂരമായ നിലപാടിനെതിരെ ഒരുമിച്ച് മലയാളി സമൂഹം രംഗത്ത് വരേണ്ടുന്ന ഒരു ഘട്ടമായതുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഞങ്ങളെല്ലാം ഈ സമരത്തിലെത്തുന്നത്. ഇക്കാലത്താണ് സമരമെന്ന് വ്യക്തമാക്കുകയാണ് ഭക്ഷ്യമന്ത്രി GR അനിലും. അതായത് ക്രൂരമായ ഇടപെടലാണ് മലയാളിയോട് കേന്ദ്രം കാണിക്കുന്നത്. അതോടൊപ്പം CPM-ന് തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി കൂടിയായ വി ജോയ് MLA ചേരുന്നുണ്ട്. വലിയൊരു സമരത്തിലേക്ക് പോവുകയാണ്. തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പാണ് ഇത്തരം ഒരു കേന്ദ്രവിരുദ്ധ സമരമായി സംസ്ഥാനം ഇറങ്ങുന്നത്. ജനങ്ങളെ ഈ സമരത്തിലുള്ള കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനാകുമെന്ന് കരുതുന്നു. നിശ്ചയമായിട്ടും ഇതിന്തൊരു ആരംഭമാണ്. കേന്ദ്ര ഗവൺമെന്റ് കേരളത്തോട് കാണിക്കുന്ന കൊടിയ സാമ്പത്തിക ഉപരോധം മൂലം കേരളം അനുഭവിക്കുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ഈ സമരത്തിന്റെ ലക്ഷ്യം. ഈ സമരത്തെ തുടർന്ന് താഴെ തട്ടുവരെ ഒരു വലിയ ക്യാമ്പയിൻ ഞങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഒരു വർഷം 1 ലക്ഷം കോടി രൂപയാണ് GST ഇനത്തിൽ ഈ കൊച്ചു കേരളത്തിൽ നിന്ന് പിരിച്ചെടുക്കുന്നത്. മറ്റെല്ലാ സംസ്ഥാനങ്ങൾക്കും 70-75% പണം അതാത് സംസ്ഥാനങ്ങളിലെ GST വിഹിതത്തിൽ നിന്ന് പിരിക്കുമ്പോൾ ഈ കൊച്ചു കേരളത്തിന് 25% പണമാണ് നൽകുന്നത്. ഇത് ഒരു കേരളത്തോട് കാണിക്കുന്ന, കേരളീയ സമൂഹത്തോട് കാണിക്കുന്ന കൊടിയ വഞ്ചനയാണ്. അത് തുറന്നു കാട്ടുകയാണ് ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചെയ്യുന്നത്. മന്ത്രിമാരും MLA-മാരും ജനപ്രതിനിധികളുമെല്ലാം
ഈ പ്രശ്നം ഏറ്റെടുത്തുകൊണ്ട് വലിയ ക്യാമ്പയിൻ കേരളത്തിൽ അഴിച്ചുവിടാൻ വേണ്ടിയിട്ട് ഈ സമരത്തിന്റെ ഒരു കാര്യക്രമങ്ങൾ എങ്ങനെയായിരിക്കും, നടപടിക്രമങ്ങൾ എങ്ങനെയായിരിക്കും? മുഖ്യമന്ത്രി ഇവിടെ എത്തുമ്പോൾ 5 മണി വരെ സമരമാണെന്ന് തോന്നുന്നു അല്ലേ? അല്ല, രാവിലെ 10 മണി കഴിയുമ്പോൾ മുഖ്യമന്ത്രി വരും, മന്ത്രിമാരും എല്ലാം നേരത്തെ എത്തും. എല്ലാവരും വന്നതിന് ശേഷം പരിപാടി ആരംഭിക്കും. വൈകുന്നേരം 5 മണി വരെ കണ്ടിന്യൂസ് ആയിട്ട് ഈ സമര പരിപാടി ഉണ്ടാവും. അഭിവാദ്യ പ്രകടനങ്ങളും അങ്ങനെയൊക്കെ അഭിവാദ്യ പ്രകടനങ്ങൾ ഉണ്ടാകും. മറ്റ് വർഗബഹുജന സംഘടനകൾ, എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും വർഗബഹുജന സംഘടനകളുടെ അഭിവാദ്യ പ്രകടനം ഉണ്ടാവും. അങ്ങനെ എല്ലാം കൊണ്ടും ഒരു വലിയ ജനങ്ങളുടെ ഒരു വലിയ പങ്കാളിത്തത്തോടു കൂടിയിട്ടാണ് ഈ സമരം ഇന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നത്. രഞ്ജിത്ത്, ഇതാണ് ഇടതുമുന്നണിയുടെ നിലപാട്. കേന്ദ്രം സംസ്ഥാനത്തെ മനഃപൂർവ്വം പിന്നോട്ടടിക്കാൻ, അത് സാമ്പത്തികമായി പിന്നോട്ടടിക്കാൻ, വികസന രംഗത്തായാലും ക്ഷേമ പ്രവർത്തനങ്ങളൊക്കെ തടസ്സപ്പെടുത്താനുള്ള ബോധപൂർവ്വ നീക്കം കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു, ക്രൂരമായ ഇടപെടൽ ഉണ്ടാകുന്നു എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇടതുമുന്നണി ഇത്തരം ഒരു സമരത്തിനിറങ്ങുന്നത്. അതും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ നോട്ടിഫിക്കേഷൻ വരാൻ ആഴ്ചകൾ മാത്രം ബാക്കിയുള്ളപ്പോൾ കേന്ദ്രവിരുദ്ധ സമരവുമായി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇടതുമുന്നണി രംഗത്തിറങ്ങുകയാണ്. അത് CPM-ന്റെയും ഇടതുമുന്നണി തീരുമാനപ്രകാരം തന്നെയാണ് ഇത്തരം ഒരു സമരത്തിലേക്ക് മുന്നണി നേതൃത്വം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇറങ്ങുന്നത്. ശരി, BB അരുണാണ് വിവരങ്ങൾ പങ്കുവച്ചത്. തൃണമൂൽ കോൺഗ്രസ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പോര് സുപ്രീം കോടതിയിൽ ഐപാക് ഓഫീസ് റെയ്ഡ് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി തടസ്സപ്പെടുത്തിയതിനെതിരെ ED നൽകിയ ഹർജിയാണ് ഇന്ന് സുപ്രീം കോടതിയിൽ പരാമർശിക്കുന്നത്. EDക്കെതിരെ തൃണമൂൽ കോൺഗ്രസ് ഇന്ന് തടസ്സ ഹർജിയും നൽകുന്നുണ്ട്. ഇടവേള. ഇറാനിൽ പ്രക്ഷോഭകാരികൾക്ക് നേരെ സേന നടത്തിയ വെടിവെപ്പിൽ മരണസംഖ്യ 500 കടന്നു. ഇതുവരെ 538 പേർ കൊല്ലപ്പെട്ടതായാണ് വിവരം. 10,600 പേർ അറസ്റ്റിലാണ്. എന്നാൽ പ്രതിഷേധം കൂടുതൽ നഗരങ്ങളിലേക്ക് വ്യാപിക്കുകയാണ്. അതേസമയം ഇറാനെതിരെ സൈനിക നടപടിക്ക് ഒരുങ്ങുന്നതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മാധ്യമങ്ങളോട് പറഞ്ഞു. There seem to be some people killed that aren't supposed to be killed. These are violent. If you call them leaders, I don't know if they're leaders or just they rule through violence. But we're looking at it very seriously. The military is looking at it, and we're looking at some very strong options. We'll make a determination. അജയ് സുധാ ബിജു വിവരങ്ങളുമായി ചേരുകയാണ്. അജയ് സുധാ ബിജു, ഒരു ഇടപെടൽ അനിവാര്യമായ പശ്ചാത്തലമാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം. നമുക്കറിയാം വെനസ്വേലയിൽ അമേരിക്കയുടെ അറ്റാക്ക് എങ്ങനെയായിരുന്നു എന്നുള്ളത്. സമാനമായി തന്നെ ഇറാനും ലക്ഷ്യം വെക്കുകയാണ്. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? രഞ്ജിത്ത്, ഇതിനു മുൻപ് അമേരിക്ക ഇറാനെ കേന്ദ്രീകരിച്ച് സൈനിക ആക്രമണം നടത്തിയേക്കാം എന്നുള്ള റിപ്പോർട്ടുകളായിരുന്നു പുറത്തു വന്നുകൊണ്ടിരുന്നത്. അമേരിക്കൻ മാധ്യമങ്ങളാണ്, അതായത് CNN-ഉം പിന്നെ വാൾ സ്ട്രീറ്റ് ജേർണലുമൊക്കെ ഇത് സ്ഥിരമായി റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാലിപ്പോൾ പ്രസിഡന്റായിട്ടുള്ള ട്രംപ് തന്നെ സ്ഥിരീകരിക്കുകയാണ് ഇറാനെതിരെ ആക്രമണം നടത്താൻ തങ്ങൾ ആലോചിക്കുന്നതായിട്ട്. അതായത് അദ്ദേഹം ഇറാനിൽ ഇപ്പോൾ നടക്കുന്ന ഈ ആഭ്യന്തര കലാപം, സർക്കാരിനെതിരെയുള്ള പ്രതിഷേധങ്ങളെയെല്ലാം അദ്ദേഹം ശക്തമായി അപലപിക്കുകയാണ്. സർക്കാർ ഈ പ്രതിഷേധക്കാരെ അടിച്ചമർത്താൻ ശ്രമിക്കുന്ന രീതിയെ അദ്ദേഹം അപലപിച്ചുകൊണ്ട് കാണുകയാണ്. ഇത് വളരെയധികം ഒരു വയലൻ്റ് ആയിട്ടുള്ള ആക്രമണങ്ങളാണ് ഇറാനിൽ നടക്കുന്നത്. അവരെ ഭരണാധികാരികൾ എന്നുപോലും വിശേഷിപ്പിക്കാൻ സാധിക്കുമോ എന്നറിയില്ല. അവർ ജനങ്ങളെ അടിച്ചമർത്തുന്നു, അവരെ കൊലപ്പെടുത്തുന്നു എന്നെല്ലാം ട്രംപ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ US സർക്കാരും സൈന്യവും ഈ കാര്യങ്ങളെ വളരെ സീരിയസ് ആയിട്ടാണ് നോക്കിക്കാണുന്നത്. സൈനിക നടപടി ഉൾപ്പെടെ സ്വീകരിക്കാനായി ആലോചിക്കുന്നതായിട്ടും ട്രംപ് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ട്രംപിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു സ്ഥിരീകരണം വന്നതോടുകൂടി US ഇറാനെതിരെ തിരിയുന്നു എന്നുള്ളത് ഇപ്പോൾ ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. ഇതിനു മുൻപേ ട്രംപ് തൻ്റെ ട്രൂത്ത് സോഷ്യൽ വഴിയുള്ള ചില ഭീഷണികളായിട്ടായിരുന്നു ഇറാനെതിരെ ചില കാര്യങ്ങൾ ഉന്നയിച്ചിരുന്നത്. എന്നാലിപ്പോൾ നേരിട്ട് പ്രസ്താവനയിലൂടെ തന്നെ ട്രംപ് മുന്നോട്ട് വന്നിരിക്കുകയാണ്. ഇതിനു മുൻപേ വെനസ്വേലയിൽ ഒരു സൈനിക നടപടിയായിരുന്നു അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് നീക്കം നടന്നത്. അമേരിക്ക ആദ്യം അവിടെ ഒരു സൈബർ അറ്റാക്കിലൂടെ അവരുടെ ഒരു വാർത്താവിനിമയ സംവിധാനവും അവിടെയുള്ള ഒരു വൈദ്യുതി ബന്ധവും എല്ലാം തകരാറിലാക്കിയ ശേഷമായിരുന്നു സൈനിക ഒരു നീക്കം നടത്തിയത്. അതുപോലെ ഇറാനെതിരെ പലതരത്തിൽ നീക്കം നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. ട്രംപ് തൻ്റെ ഈ ഭരണകൂടത്തിലെ ചില അംഗങ്ങളുമായും സൈനിക മേധാവികളുമായിട്ടും കൂടിക്കാഴ്ച നടത്തി ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്തതായിട്ടാണ് US മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഒന്നുകിൽ ഇറാനെതിരെ കടുത്ത സൈബർ ആക്രമണം, അവിടെയുള്ള സാങ്കേതിക സംവിധാനങ്ങൾ, അതുപോലെ തന്നെ സൈനികരുടെ തന്ത്രപ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ എല്ലാം തകർക്കുക ലക്ഷ്യം വയ്ക്കാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഇപ്പോഴുള്ളതിനേക്കാൾ കൂടുതൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്താൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നേരിട്ടൊരു സൈനിക നടപടിയിലൂടെ അവിടുത്തെ ഭരണകൂടത്തെ തന്നെ അട്ടിമറിക്കുക. ഇതെല്ലാമാണ് US നിലവിൽ ആലോചിക്കുന്നത്.
അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അവിടെയുള്ള പ്രതിഷേധങ്ങൾ, സർക്കാരിനെതിരെയുള്ള പ്രതിഷേധങ്ങൾ വളരെ രൂക്ഷമായി തുടരുകയാണ്. കൂടുതൽ നഗരങ്ങളിലേക്ക് അത് വ്യാപിച്ചു കഴിഞ്ഞു. മരണസംഖ്യ 538ആയി. 490ഓളം പ്രതിഷേധക്കാരും മറ്റുള്ളവർ ഈ സുരക്ഷാ ഉദ്യോഗസ്ഥരുമാണ് കൊല്ലപ്പെട്ടത്. 16,000-ലധികം പേർ ഇപ്പോൾ അറസ്റ്റിലായതായിട്ടാണ് വിവരം ലഭിക്കുന്നത്. ഇപ്പോഴും ശക്തമായി തന്നെ അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അജയ് സുധാ ബിജു വിവരങ്ങൾ പങ്കുവച്ചു. ക്യൂബയ്ക്ക് ഭീഷണിയുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. US-മായി കരാറിലെത്തിയില്ലെങ്കിൽ രാജ്യത്തിന് എണ്ണയും പണവും ലഭിക്കില്ലെന്നാണ് മുന്നറിയിപ്പ്. വെനസ്വേലയുടെ പൂർണ്ണമായ നിയന്ത്രണം ഇപ്പോൾ US-നാണെന്നും ഇനി ക്യൂബയ്ക്ക് അവിടെ നിന്നും സാമ്പത്തിക സഹായം ലഭിക്കില്ലെന്നും ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ രേഖപ്പെടുത്തി. എന്നാൽ ഭീഷണിക്ക് പിന്നാലെ ശക്തമായ മറുപടിയുമായി ക്യൂബൻ പ്രസിഡന്റ് മിഗ്വേൽ ഡയസ് കാനൽ രംഗത്തെത്തി. ക്യൂബ ഒരു പരമാധികാര രാഷ്ട്രമാണെന്നും എന്തു ചെയ്യണമെന്ന് മറ്റൊരു രാജ്യവും തങ്ങളോട് ആജ്ഞാപിക്കേണ്ടതില്ലെന്നും അദ്ദേഹം തിരിച്ചടിച്ചു. മാതൃരാജ്യത്തെ സംരക്ഷിക്കാൻ അവസാന തുള്ളി രക്തം വരെ ഒഴുക്കാൻ ക്യൂബൻ ജനത തയ്യാറാണെന്ന് ആയിരുന്നു പ്രഖ്യാപനം. ഗ്രീൻലാൻഡ് തങ്ങൾ പിടിച്ചടക്കിയില്ലെങ്കിൽ റഷ്യയോ ചൈനയോ അത് ചെയ്യുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇരു രാജ്യങ്ങളുടെയും ഡിസ്ട്രോയറുകളും മുങ്ങിക്കപ്പലുകളും മേഖലയിൽ സദാ നിരീക്ഷണം നടത്തുന്നുണ്ട്. ഈ നീക്കം തങ്ങൾ ഒരിക്കലും അനുവദിക്കില്ലെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. If we don't take Greenland, Russia or China will, and I'm not letting that happen. But Greenland should make the deal because Greenland does not want to see Russia or China take over. They don't go there. It's very far away from Greenland. And Greenland, basically, their defense is 2 dog sleds. Do you know that? You know what their defense is? 2 dog sleds. In the meantime, you have Russian destroyers and submarines and China destroyers and submarines all over the place. We're not going to let that happen. കരൂർ ദുരന്തത്തിൽ വിജയ് ഇന്ന് CBIക്ക് മുന്നിൽ ഹാജരാകുന്നുണ്ട്. അല്പസമയത്തിനകം വിജയ് ഒരുപക്ഷെ ഈ സമയത്തേക്ക് ഡൽഹിയിൽ എത്തിക്കാണാം. ഡൽഹി CBI കോടതിയിൽ പ്രത്യേകം ചാർട്ടർ ചെയ്ത വിമാനത്തിലാണ് എത്തുന്നത്. അല്പം മുമ്പാണ്, 1.5 മണിക്കൂർ മുൻപാണ് വിജയ് ചെന്നൈ വിമാനത്താവളത്തിൽ നിന്നും പുറപ്പെട്ടത്. നേരത്തെ TVK ഭാരവാഹികളെയും ചോദ്യം ചെയ്തിരുന്നു. അജയ് സുധാ ബിജു വിവരങ്ങളുമായി ചേരുകയാണ്. അജയ് സുധാ ബിജു, വിജയ്ക്ക് നിർണായകമായ ഒരു ദിവസമാണ്. 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ജനനായകൻ സിനിമയുടെ സെൻസർ സർട്ടിഫിക്കറ്റ് നൽകണമെന്ന കേസ്, അത് സുപ്രീം കോടതിയിലുണ്ട്. രണ്ടാമത്തേത് CBI ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട വിവരം. ആദ്യം അതിലേക്ക്. രഞ്ജിത്ത്, എന്തായാലും വിജയെ സംബന്ധിച്ച് വളരെ നിർണായകമായിട്ടുള്ള ഒരു ദിവസം തന്നെയാണെന്ന്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ CBIയുടെ ചോദ്യം ചെയ്യൽ തന്നെയാണ്. ഈ കരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ട് വിജയ് ആദ്യമായാണ് ഒരു അന്വേഷണ സംഘത്തിന് മുന്നിൽ ചോദ്യം ചെയ്യലിനായിട്ട് ഹാജരാകുന്നത്. ഇതിനു മുൻപേ ഈ കേസ് തമിഴ്നാട് ആഭ്യന്തര മന്ത്രാലയം അതുപോലെ തന്നെ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം രൂപീകരിച്ച പ്രത്യേക SIT എല്ലാം അന്വേഷണ വിധേയമാക്കിയിരുന്നെങ്കിലും അന്നൊന്നും വിജയെ ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ചിരുന്നില്ല. തമിഴ്നാട് സർക്കാർ വിജയെ ഇക്കാര്യത്തിലേക്ക് വലിച്ചിഴച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടിക്ക് കൂടുതലൊരു ബൂസ്റ്റ് നൽകണ്ട എന്നൊരു കാര്യം തന്നെയായിരുന്നു, എന്നൊരു നിലപാടായിരുന്നു തമിഴ്നാട് സർക്കാർ സ്വീകരിച്ചിരുന്നത്. അതിനാൽ തന്നെയാണ് താരത്തെ ഇതിനു മുൻപ് ചോദ്യം ചെയ്യലിനോ മറ്റ് നടപടിക്രമങ്ങൾക്കോ ഒന്നും തന്നെ വിളിപ്പിക്കാതിരുന്നത്. എന്നാൽ TVKയുടെ പ്രമുഖ നേതാക്കളെ എല്ലാവരെയും ചിലരെയൊക്കെ അറസ്റ്റ് ചെയ്തിരുന്നു. പലർക്കെതിരെയും കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു. പിന്നീട് ഹൈക്കോടതിയിൽ നിന്നും സുപ്രീം കോടതിയിൽ നിന്നും സ്റ്റേ ഓർഡർ വാങ്ങിയിട്ടാണ് ഇവർ കാര്യത്തിൽ നിന്നെല്ലാം താൽക്കാലികമായി രക്ഷപ്പെടുകയുണ്ടായിരുന്നത്. ഇപ്പോൾ ഈ കേസ് നിലവിൽ CBI അന്വേഷണം ഏറ്റെടുത്തതിന് ശേഷം ഇതേ നേതാക്കളെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരുന്നു. നിർമ്മൽ കുമാർ, ബുസി ആനന്ദ്, ആദവ് അർജുന, അതുപോലെ തന്നെ മതിയഴകൻ എന്നീ നേതാക്കളെ CBI ഇതിനോടകം തന്നെ ചോദ്യം ചെയ്തു കഴിഞ്ഞു. വിജയ് നിലവിൽ ഈ പറഞ്ഞ നേതാക്കൾക്കൊപ്പമാണ് ഡൽഹിയിലേക്ക് യാത്ര തിരിച്ചിട്ടുള്ളത്. ഈ TVK നേതാക്കൾക്കൊപ്പവും അതുപോലെ തന്നെ ഈ പ്രത്യേക അഭിഭാഷക സംഘവും വിജയ്ക്കൊപ്പം യാത്ര ചെയ്യുന്നുണ്ട്. ചെന്നൈ വിമാനത്താവളത്തിൽ പ്രത്യേകം ചാർട്ട് ചെയ്ത വിമാനത്തിൽ രഞ്ജിത്ത് പറഞ്ഞതുപോലെ കുറച്ച് മുൻപാണ് അദ്ദേഹം ഡൽഹിയിലേക്ക് യാത്ര തിരിച്ചത്. ഇപ്പോഴവിടെ എത്തേണ്ട സമയമായി. ഇപ്പോൾ ഏതാനും മിനിറ്റുകൾക്കകം തന്നെ ഡൽഹിയിൽ എത്തിച്ചേരും എന്നാണ് വിവരം ലഭിക്കുന്നത്. അതിനുശേഷം 11 മണിയോടുകൂടിയാണ് ഡൽഹിയിലെ ഈ പ്രത്യേക CBI കോടതിയിൽ ഹാജരാകാൻ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഇപ്പോൾ നിലവിൽ ഒരു പ്രതിയായിട്ടല്ല, പക്ഷേ സാക്ഷി എന്നുള്ള നിലയിലാണ് വിജയെ
ചോദ്യം ചെയ്യാനായിട്ട് വിളിപ്പിച്ചിട്ടുള്ളത്. BNS 179 വകുപ്പ് പ്രകാരം ഒരു സാക്ഷി എന്നുള്ള നിലയിൽ ആണ് വിജയെ നിലവിൽ ചോദ്യം ചെയ്യുന്നത്. അപ്പോൾ മറ്റ് നേതാക്കൾക്ക് സമാനമായി TVKയുടെ മറ്റ് നേതാക്കളെ എപ്രകാരമാണോ ചോദ്യം ചെയ്തത് അതുപോലെ വിജയിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ച് കാര്യങ്ങൾ എഴുതി വാങ്ങിച്ചതിന് ശേഷം അദ്ദേഹത്തെ വിട്ടയക്കും എന്നാണ് വിവരം ലഭിച്ചിട്ടുള്ളത്. TVKയുടെ പ്രത്യേക ആവശ്യത്തോടു കൂടി ആണ് ഈ CBI അന്വേഷണം അത് പിന്നീട് അനുവദിക്കപ്പെട്ട് ഈ കേസ് നിലവിൽ CBI ഏറ്റെടുത്തിരിക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ്. ദിവസങ്ങൾക്ക് മുൻപ് വിജയുടെ പ്രചരണ വാഹനവും CBI കസ്റ്റഡിയിലെടുത്ത് പരിശോധന നടത്തിയിരുന്നു. ഈ വാഹനത്തിന്റെ ഡ്രൈവറെയും ചോദ്യം ചെയ്തിരുന്നു. അതുപോലെ രഞ്ജിത്ത് സൂചിപ്പിച്ച മറ്റൊരു കാര്യമാണ് ഈ വിജയുടെ ചിത്രമായിട്ടുള്ള ജനനായകൻ. ആ ജനനായകന്റെ റിലീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യം അത് നിലനിൽക്കുന്നത്. അതായത് ചിത്രത്തിന് ഈ സെൻസർ സർട്ടിഫിക്കറ്റ് അനുവദിക്കുന്ന കാര്യത്തിൽ അത് സെൻസർ ബോർഡ് വീണ്ടും മദ്രാസ് ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായിട്ടുള്ള ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ച് ഇക്കാര്യത്തിൽ ഒരു സ്റ്റേ ഓർഡർ വാങ്ങിച്ചിരുന്നു ഈ സെൻസർ സർട്ടിഫിക്കറ്റ് നൽകുന്ന കാര്യത്തിൽ. അപ്പോൾ ഈ വിഷയത്തിൽ ഈ പൊങ്കൽ അവധിക്കാലത്ത് തന്നെ ചിത്രം പുറത്തിറക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടെ നിർമ്മാതാക്കൾ ഇപ്പോൾ നിലവിൽ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. സുപ്രീം കോടതി ഇന്ന് കേസ് പരിഗണിക്കുന്നുണ്ട്. സുപ്രീം കോടതിയിൽ നിന്ന് ഒരു അനുകൂല വിധി ഉണ്ടായാൽ മാത്രമേ ചിത്രം ഈ പൊങ്കൽ അവധിക്കാലത്ത് തന്നെ റിലീസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഈ മദ്രാസ് ഹൈക്കോടതി കേസ് പരിഗണിക്കാൻ വേണ്ടി അടുത്ത് മാറ്റിവെച്ചിരിക്കുന്ന തീയതി എന്ന് പറയുന്നത് പൊങ്കൽ അവധിക്ക് ശേഷം ഈ വരുന്ന ജനുവരി 21 തീയതിയാണ്. അതിനുശേഷം ചിത്രം പുറത്തിറക്കുകയാണെങ്കിൽ അത് നിർമ്മാതാക്കൾക്ക് കനത്ത നഷ്ടം നേരിട്ടേക്കാം. കാരണം പൊങ്കൽ അവധിക്കാലത്ത് മാക്സിമം കളക്ഷൻ വാരിക്കൂട്ടുക എന്നതാണ് അവരുടെ ലക്ഷ്യം. അവർ തന്നെ അത് സുപ്രീം കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു. ഈ ചിത്രം ജനനായകൻ 500 കോടി മുതൽ മുടക്കിൽ പുറത്തിറങ്ങാൻ പോകുന്ന ചിത്രമാണ്. അതുകൊണ്ട് തങ്ങൾക്ക് വലിയ നഷ്ടം നേരിടും. അതുകൊണ്ട് ചിത്രത്തിന് എത്രയും വേഗം റിലീസ് അനുവദിക്കണമെന്നാണ് അവർ ഇപ്പോൾ സമർപ്പിച്ചിട്ടുള്ള ഹർജിയിൽ പറയുന്നത്. അതുപോലെ ഈ റിലീസ് നീണ്ടുപോയാൽ മറ്റൊരു പ്രശ്നം കൂടി ചിത്രം നേരിടാൻ സാധ്യതയുള്ളതെന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ, അതായത് തമിഴ്നാട്, കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറത്തിറക്കിയാൽ സ്വാഭാവികമായിട്ടും ഈ സ്ഥാനാർത്ഥികൾക്കുള്ള പെരുമാറ്റച്ചട്ടം അതുപോലെ തന്നെ ഈ പെരുമാറ്റച്ചട്ടം ഉൾപ്പെടെ നിലവിൽ വന്നേക്കാം. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ചിത്രത്തിൻ്റെ റിലീസിന് തടയിടാൻ ചിലപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് സാധിച്ചേക്കാം. അങ്ങനെയാണെങ്കിൽ ജനനായകൻ എന്ന് പറയുന്ന ചിത്രം അത് കൂടുതൽ കാലയളവിൽ ഒരു നിയമക്കുരുക്കിലേക്ക് ഏർപ്പെട്ട് പിന്നീട് കുരുങ്ങിക്കിടന്നേക്കാം. അതുകൊണ്ട് ഇന്ന് സുപ്രീം കോടതിയിൽ നിന്ന് ഒരു അനുകൂല വിധി ഉണ്ടാക്കി ചിത്രം തിയേറ്ററിലേക്ക് എത്തിക്കുക അത് തന്നെയാണ് നിർമ്മാതാക്കൾ ലക്ഷ്യമിടുന്നത്. എന്തായാലും വിജയെ സംബന്ധിച്ചും വിജയുടെ പാർട്ടിയായിട്ടുള്ള TVKയെ സംബന്ധിച്ചും വിജയ ആരാധകരെ സംബന്ധിച്ചും ഇന്ന് ഉറ്റുനോക്കുന്ന ഒരു ദിവസം തന്നെയാണ്. ശരി, അജയ് സുധാ ബിജു വിവരങ്ങൾ പങ്കുവച്ചു. ജനനായകൻ സിനിമയ്ക്ക് സെൻസർ സർട്ടിഫിക്കറ്റ് നൽകണമെന്ന വളരെ പ്രധാനപ്പെട്ട ഹർജിയും ഇന്ന് വരുന്നു എന്നുള്ളതാണ് വിജയെ സംബന്ധിച്ചിടത്തോളം നിർണായകമാകുന്ന വിവരങ്ങളാണ് അജയ് പങ്കുവച്ചത്. തമിഴ്നാട്ടിൽ കോൺഗ്രസിന് മന്ത്രിസ്ഥാനം നൽകാനുള്ള സാധ്യതകൾ തള്ളി DMK നേതാവും ഗ്രാമവികസന മന്ത്രിയുമായ പെരിയസ്വാമി. അടുത്ത തെരഞ്ഞെടുപ്പിന് ശേഷം അധികാരം പങ്കിടണമെന്ന് തമിഴ്നാട് കോൺഗ്രസിന്റെ പുതുക്കിയ ആവശ്യത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്കാണ് മറുപടി. സംസ്ഥാനം DMK ഒറ്റയ്ക്ക് ഭരിക്കുമെന്ന കാര്യത്തിൽ മാറ്റമുണ്ടാകില്ലെന്നും പെരിയസ്വാമി പറഞ്ഞു. ISROയുടെ ഈ വർഷത്തെ ആദ്യ വിക്ഷേപണം ഇന്ന് നടക്കും. ബഹിരാകാശത്തെ ഇന്ത്യയുടെ വിശ്വസ്ത വാഹനമായ PSLV C-62 രാവിലെ 10:17 കുതിച്ചുവരും. ശ്രീഹരിക്കോട്ട സതീഷ് ധവാൻ സ്പേസ് സെന്ററിലെ 1-ാം നമ്പർ ലോഞ്ചിംഗ് പാഡിൽ വെച്ചാണ് വിക്ഷേപണം. 2025 മെയ്യിലെ പരാജയശേഷമുള്ള PSLVയുടെ തിരിച്ചുവരവാണ് ഇത്. 16 പേലോഡുകളാണ് ബഹിരാകാശത്തേക്ക് അയക്കുക. UK, ബ്രസീൽ, നേപ്പാൾ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള ചെറു ഉപഗ്രഹങ്ങളും ഇന്ത്യൻ സ്റ്റാർട്ടപ്പുകളുടെ പരീക്ഷണങ്ങളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഹൈപ്പർ സ്പെക്ട്രൽ ഇമേജിംഗ് സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്ന ഉപഗ്രഹമാണ് അന്വേഷ. ഇത് ഭൗമനിരീക്ഷണത്തിൽ മുതൽക്കൂട്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇടവേള. ഗർഭഛിദ്ര വിവാദത്തിൽ അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഹൈക്കോടതി ഉത്തരവിന്റെ ആശ്വാസത്തിൽ തുടരുന്നതിനിടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ച് പ്രവാസി മലയാളിയായ ഹെൽത്ത് കെയർ പ്രൊഫഷണൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ചുമതലയുള്ള AIG ജി പൂങ്കുഴലിക്ക് ദിവസങ്ങൾക്ക് മുമ്പ് ഇമെയിൽ സന്ദേശത്തിലൂടെ പരാതി അയച്ചത്. തുടർന്ന് അതീവ രഹസ്യമായി വീഡിയോ കോൺഫറൻസിങ്ങിലൂടെ കഴിഞ്ഞ ബുധനാഴ്ച യുവതിയുടെ ബോഡി രേഖപ്പെടുത്തുകയായിരുന്നു. പ്രത്യേക അന്വേഷണ സംഘത്തിന് യുവതി അയച്ച പരാതിയിലെ പരാമർശങ്ങൾ ഇങ്ങനെ: 2023 സെപ്റ്റംബറിൽ വിവാഹം കഴിഞ്ഞതിന് പിന്നാലെ താൻ ഭർത്താവിനൊപ്പം വിദേശത്തേക്ക് പോയി.
തൻ്റെ കുടുംബജീവിതത്തിൽ വിദേശത്തെത്തി 1 വർഷം തികയും മുമ്പ് അസ്വാരസ്യങ്ങൾ ഉടലെടുത്തു. അതിനിടെ സമൂഹമാധ്യമത്തിലൂടെ പരിചയപ്പെട്ട രാഹുലുമായി സൗഹൃദത്തിലായി. വിവാഹബന്ധം വേർപെടുത്താൻ നിർബന്ധിച്ച രാഹുൽ തന്നെ ജീവിത പങ്കാളിയായി സ്വീകരിക്കാമെന്നും തൻ്റെ കുഞ്ഞുങ്ങളുടെ അമ്മയാകണമെന്നും യുവതിയോട് അഭ്യർത്ഥിച്ചു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് യുവതി അവധിക്ക് നാട്ടിലെത്തി. സ്വകാര്യമായി നേരിൽ കാണണമെന്നും ചില കാര്യങ്ങൾ വിശദീകരിക്കാനുണ്ടെന്നും വ്യക്തമാക്കിയ രാഹുൽ പത്തനംതിട്ടയിലെ ഒരു ഹോട്ടലിൽ സ്വന്തം പേരിൽ മുറിയെടുക്കാൻ യുവതിയോട് ആവശ്യപ്പെട്ടു. തുടർന്ന് ഭാവി കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാനെന്ന പേരിൽ യുവതിയുടെ മുറിയിലെത്തിയ രാഹുൽ മാങ്കൂട്ടത്തിൽ അതിക്രൂരമായി ശാരീരികമായി ദുരുപയോഗം ചെയ്തെന്നാണ് പരാതിയിലെ പരാമർശം. തടുക്കാൻ ശ്രമിച്ചിട്ടും തന്നിലൊരു കുഞ്ഞു വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിർബന്ധം കണ്ണൂർ സെൻട്രൽ ജയിലിന് സുരക്ഷാ ഭീഷണിയുമായി ഡ്രോൺ. കഴിഞ്ഞ ദിവസമാണ് സെൻട്രൽ ജയിലിന് മുകളിലൂടെ ഡ്രോൺ പറത്തിയത്. സംഭവത്തിൽ ടൗൺ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. സുമേഷ് വിവരങ്ങൾ പങ്കുവെക്കും. സുമേഷ്, ഈ ഡ്രോൺ പറത്തിയത് ഇല്ല. സുമേഷ് മൊറാഴ അല്പസമയത്തിനകം ചേരും. ഇതുമായി ബന്ധപ്പെട്ട് കണ്ണൂർ ടൗൺ പോലീസ് FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് കണ്ണൂർ സെൻട്രൽ ജയിൽ പോലെയുള്ള സ്ഥലങ്ങൾ ഡ്രോണിന് വലിയ നിയന്ത്രണമുള്ള പ്രദേശമാണ്. അവിടെയാണ് അധികൃതരെ പോലും ഞെട്ടിച്ചുകൊണ്ട് ഡ്രോൺ പറത്തിയത്. സുമേഷ് മോറാഴയുണ്ട്. സുമേഷ്, ആരാണ് ഈ ഡ്രോൺ പറത്തിയത്? ആരുടെ ഉടമസ്ഥയിലുള്ളതാണ് ഡ്രോൺ? അത്തരം വിവരങ്ങൾ എന്തെങ്കിലും ലഭ്യമായോ? രഞ്ജിത്ത്, സെൻട്രൽ ജയിലിന്റെ അതീവ സുരക്ഷാ മേഖലയായിട്ടുള്ള വനിതാ ജയിലിന്റെ മുകൾ ഭാഗത്തുകൂടിയാണ് ശനിയാഴ്ച വൈകിട്ട് 4:20-നും 4:30-ക്കും ഇടയിലുള്ള സമയത്ത് ഇത്തരമൊരു ഡ്രോൺ പറന്നത് എന്നാണ് ടൗൺ പോലീസ് സ്റ്റേഷനിൽ ജോൺ സൂപ്രണ്ട് നൽകിയ പരാതിയിൽ പറയുന്നത്. ഇത് ആരാണ് പറത്തിയത് എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ പോലീസിന് അത്തരമൊരു നിഗമനമില്ല. ഏതായാലും പോലീസ് വിശദമായ ഒരു പരിശോധന ഇതുമായി ബന്ധപ്പെട്ട് നടത്തി വരികയാണ്. ഏതായാലും ഈ ജയിലിന്റെ ഉൾഭാഗത്തേക്ക്, അതായത് ഈ മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കൾ ഈ സമീപ ദിവസങ്ങളിലൊക്കെ എത്തിക്കുന്ന ഒരു സംഘം അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അത് ഇതുമായി ബന്ധപ്പെട്ട ആരെങ്കിലുമാണോ ഇത്തരമൊരു ഡ്രോൺ പറത്തിയതിന്റെ പിറകിൽ എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ പോലീസ് പരിശോധിച്ചു വരികയാണ്. സുമേഷ് മോറാഴയാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കോട്ടയം കാഞ്ഞിരപ്പള്ളിയിൽ വീടിനുള്ളിൽ സ്ത്രീയെയും യുവാവിനെയും മരിച്ച നിലയിൽ കണ്ടെത്തി. കാഞ്ഞിരപ്പള്ളി സ്വദേശിനി മോർക്കാവിൽ ഷെർലി മാത്യു ആണ് മരിച്ചത്. സ്ത്രീയെ കഴുത്തറത്ത നിലയിലും യുവാവിനെ തൂങ്ങി മരിച്ച നിലയിലുമാണ് കണ്ടെത്തിയത്. ശ്രീത്ത് വിവരങ്ങളുമായി ചേരും. ശ്രീത്ത്, ഈ സ്ത്രീ അവർ 6 മാസമായതേ ഉള്ളൂ ഇവിടെ വാടകയ്ക്ക് താമസിക്കാൻ വന്നിട്ട്. യുവാവുമായി അടുപ്പമുണ്ടായിരുന്നു എന്ന് വേണം കരുതാൻ. മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? രഞ്ജിത്ത്, അങ്ങനെ 6-7 മാസം മാത്രമേ ആയുള്ളൂ ഈ വീട്ടിൽ ഈ യുവതി താമസം തുടങ്ങിയിട്ട്. ഇവരുടെ ഭർത്താവ് സമീപകാലത്ത്, അതായത് ഇതിനു മുൻപ് മരിച്ചു പോയിരുന്നു എന്നുള്ളതാണ് വിവരം. കോട്ടയം കുറിച്ചി സ്വദേശിനിയാണ്. ഈ യുവാവ് കോട്ടയം നഗരത്തിന് സമീപം താഴത്തങ്ങാടി സ്വദേശിയാണ്. താഴത്തങ്ങാടി ഉള്ള ജോബ്സ് കറിയാണ്. ഇയാൾ നേരത്തെ ട്യൂഷൻ സെന്ററും മറ്റും നടത്തിയിരുന്നു. പിന്നീട് ഇപ്പോൾ നിലവിൽ അതില്ല. എന്തായാലും ഇവർ തമ്മിൽ അടുപ്പമുണ്ടായിരുന്നു. ഇതിനിടയിൽ ഉണ്ടായിരുന്ന തർക്കങ്ങളാണ് ഇങ്ങനെ ഒരു കൊലപാതകത്തിലേക്കും ആത്മഹത്യയിലേക്കും നയിച്ചത് എന്നുള്ളൊരു പ്രാഥമിക നിഗമനമാണ് പോലീസിന് ഇപ്പോൾ ഉള്ളത്. എന്തായാലും കൂടുതൽ പോലീസ് സംഘം അവിടെ എത്തി ഫോറൻസിക് പരിശോധനയും മറ്റും നടത്തി വരികയാണ്. ഈ 2 പേരും മരിച്ചു പോയതുകൊണ്ട് തന്നെ ഇവരുടെ സുഹൃത്തുക്കളെ ഉൾപ്പെടെ കണ്ടെത്തി വിവരങ്ങൾ ശേഖരിക്കുക എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ ചെയ്യുന്നത്. കുടുംബാംഗങ്ങളിൽ നിന്നടക്കം ഉള്ള വിവരങ്ങൾ ശേഖരിക്കുക, ഇവരുടെ ഫോണടക്കം പരിശോധിച്ച് കൂടുതൽ ഈ മരണകാരണം സംബന്ധിച്ചുള്ള വ്യക്തത വരുത്തുക എന്നുള്ളതാണ്. ഇപ്പോൾ ഉള്ള നിഗമനത്തിൽ പോലീസ് ചൂണ്ടിക്കാട്ടുന്നത് ഇരുവരും തമ്മിലുള്ള പെട്ടെന്നുള്ള തർക്കങ്ങൾ ആകാം ഇങ്ങനെ ഒരു കൊലപാതകത്തിലേക്കും. ഈ യുവതി ആദ്യം കൊല്ലുകയും പിന്നീട് ഇയാൾ അവിടെ തന്നെ തൂങ്ങി മരിക്കുകയും ചെയ്തു എന്നുള്ള വിവരമാണുള്ളത്. ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഈ സംഭവം പുറത്തു വരുന്നത്. പ്രത്യേകിച്ച് ഈ യുവതിയെ വിളിച്ച് ഫോണിൽ കിട്ടാതെ വന്നതോടെ പോലീസിന് പരാതി നൽകുകയും തുടർന്ന് പോലീസ് നൽകിയ പരിശോധനയിലാണ് ഈ 2 പേരുടെയും മൃതദേഹം ഈ വീടിനുള്ളിൽ നിന്ന് കണ്ടെത്തിയത്. എന്തായാലും ഫോറൻസിക് പരിശോധനകളെല്ലാം പൂർത്തിയായ ശേഷം തുടർന്ന് മൃതദേഹങ്ങൾ 2 കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുവരും എന്നുള്ളതാണ് നമുക്ക് നൽകാൻ കഴിയുന്ന പുതിയ വിവരം. രഞ്ജിത്ത്, ശരി.
ശബരിമല മകരവിളക്കിനൊരുങ്ങുകയാണ്. ഇന്ന് തിരക്ക് കുറവാണ്. തീർത്ഥാടകർക്ക് തടസ്സങ്ങളൊന്നുമില്ലാതെ സന്നിധാനത്തെത്തി ദർശനം നടത്തി മടങ്ങാം. ഇന്നലെ 69,299 തീർത്ഥാടകരാണ് പോലീസിന്റെ കണക്കിൽ സന്നിധാനത്ത് എത്തിയത്. മകരവിളക്കിന് 2 ദിവസം മാത്രം ശേഷിക്കെ ശബരിമലയിൽ മുന്നൊരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയാവുകയാണ്. ഇന്ന് ക്ഷേത്രത്തിന്റെ ശുദ്ധിക്രിയകൾ തുടങ്ങും. പ്രാസാദ ശുദ്ധിക്രിയകളാണ് ഇന്ന് നടക്കുക. ഇന്ന് വൈകുന്നേരം 5 മണിക്കാണ് തന്ത്രി മഹേഷ് മോഹന്റെ കാർമ്മികത്വത്തിൽ ഈ ചടങ്ങുകൾ നടക്കുക. നാളെ ബിംബ ശുദ്ധിക്രിയകളാണ് നടക്കുക. എന്നാണെങ്കിലും ഇന്നത്തെ അവസ്ഥ തിരക്ക് താരതമ്യേന കുറവാണ് എന്ന് തന്നെയാണ്. ഇന്നലത്തെ അതേ സാഹചര്യം തന്നെ. ഇന്നലെ 69,299 തീർത്ഥാടകരാണ് പോലീസിന്റെ കണക്കിൽ സന്നിധാനത്ത് എത്തിയത്. ഇന്നും സമാനമായ ഒരു സാഹചര്യം തന്നെയാണ് കാണുന്നത്. എവിടെയും തിരക്കില്ല, എവിടെയും നിയന്ത്രണങ്ങളില്ല. തീർത്ഥാടകർക്ക് പമ്പ മുതൽ സന്നിധാനം വരെ സുഖമായിട്ട് കടന്നു വരാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. നേരത്തെ ഉണ്ടായിരുന്ന നിയന്ത്രണങ്ങളൊന്നും തന്നെ ഇന്നില്ല. വളരെ വേഗത്തിൽ വന്ന് ദർശനം നടത്തി മടങ്ങിപ്പോകാൻ കഴിയുന്ന സാഹചര്യമാണ് ഉള്ളത്. പക്ഷേ ഇവിടെ എത്തുന്ന തീർത്ഥാടകരിൽ ഭൂരിഭാഗം പേരും കഴിഞ്ഞ ദിവസങ്ങളിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ സന്നിധാനത്ത് തന്നെ തങ്ങുന്ന ഒരു കാഴ്ചയുണ്ട്. പാണ്ഡിത്താവളത്തിലും ആ മേഖലയിലൊക്കെ തന്നെ ഇതിനോടകം തന്നെ നിരവധി ഷെഡുകളും പർണശാലകളും ഒക്കെ ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെത്തിയ തീർത്ഥാടകർ ഇനി ഈ മകരവിളക്ക് കണ്ടതിന് ശേഷം മാത്രമേ മലയിറങ്ങുകയുള്ളൂ. അപ്പോൾ അതിന് വലിയൊരു തിരക്ക് ആ ഒരു മേഖലയിൽ അനുഭവപ്പെടുന്നുണ്ട്. സന്നിധാനത്ത് വരുന്ന തീർത്ഥാടകരുടെ എണ്ണം കുറവാണെങ്കിലും ഇവിടെ തങ്ങുന്ന തീർത്ഥാടകർ അവർ പല തവണയായിട്ട് ദർശനത്തിന് എത്തുന്ന ഒരു സാഹചര്യം. അത്തരത്തിലൊരു ചെറിയ തിരക്ക് മാത്രമാണ് നിലവിൽ അനുഭവപ്പെടുന്നത്. എന്നാണെങ്കിലും വലിയൊരു തിരക്ക് പ്രതീക്ഷിച്ചിരുന്ന സമയത്താണ് ആ തിരക്ക് നിയന്ത്രണ വിധേയമായിട്ടുള്ള ഒരു സാഹചര്യം ഇവിടെ ഉള്ളത് എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. മകരവിളക്ക് ദിവസം ഏകദേശം 2 ലക്ഷത്തോളം തീർത്ഥാടകർ സന്നിധാനത്ത് ഉണ്ടാകും എന്നൊരു കണക്കൂട്ടലാണ് പോലീസിനും ദേവസ്വം ബോർഡിനും ഉള്ളത്. അത് മുൻനിർത്തിയുള്ള മുന്നൊരുക്കങ്ങളാണ് ഇവിടെ പുരോഗമിക്കുന്നത്. എന്നാണെങ്കിലും തിരക്ക് നിയന്ത്രണ വിധേയമായതോടെ തീർത്ഥാടകരെ സംബന്ധിച്ച് വളരെ വേഗത്തിൽ ആ സന്നിധാനത്ത് എത്തി ദർശനം നടത്തി മടങ്ങിപ്പോകാൻ കഴിയുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. തീർത്ഥാടകർക്കെല്ലാം സുഖമായിട്ട് ദർശനം നടത്താൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് ഇന്നുള്ളത്. എവിടെയും നിയന്ത്രണങ്ങളില്ല, എവിടെയും തടസ്സങ്ങളില്ല. വളരെ വേഗത്തിൽ വന്ന് ദർശനം നടത്തി മടങ്ങിപ്പോകാൻ കഴിയുന്ന സാഹചര്യം. കാരണം മകരവിളക്കിന്റെ മുന്നൊരുക്കങ്ങൾ സന്നിധാനത്ത് പുരോഗമിക്കുകയാണ്. പോലീസിന്റെയും അതേപോലെ RIFന്റെയും കൂടുതൽ ഉദ്യോഗസ്ഥർ സന്നിധാനത്ത് എത്തിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഇവിടെ എത്തുന്ന തീർത്ഥാടകരിൽ വലിയൊരു വിഭാഗം ഇവിടെ തങ്ങും എന്ന ഒരു മുൻകരുതലിൽ അല്ലെങ്കിൽ അത്തരത്തിലൊരു കണക്കുകൂട്ടലിൽ തന്നെയാണ് പോലീസിന്റെ മുന്നൊരുക്കങ്ങളും പുരോഗമിക്കുന്നത്. സന്നിധാനത്ത് തിരക്ക് ഇന്ന് വളരെ നിയന്ത്രണ വിധേയമാണ്. അതുകൊണ്ട് തന്നെ തീർത്ഥാടകരെ സംബന്ധിച്ച് വളരെ വേഗത്തിൽ വന്ന് ദർശനം നടത്തി മടങ്ങിപ്പോകാൻ കഴിയുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. സന്നിധാനത്തും CB അനുമോദ്, ന്യൂസ് 18. മകരവിളക്കിന് അയ്യപ്പന് ചാർത്താനുള്ള തിരുവാഭരണവുമായി ഘോഷയാത്ര ഇന്ന് പുറപ്പെടും. യാത്ര പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രത്തിൽ നിന്ന് ഉച്ചയോടെ പുറപ്പെടും. തിരുവാഭരണം ചാർത്തിയുള്ള ദീപാരാധന ബുധനാഴ്ച വൈകിട്ടാണ്. മകരവിളക്കിനായുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ്. ശശിനാരായണനുണ്ട്. ശശിനാരായണൻ, എപ്പോഴേക്കാണ് ചടങ്ങുകൾ? മറ്റ് വിവരങ്ങൾ എന്തൊക്കെയാണ്? രഞ്ജിത്തെ 1 മണിയോടുകൂടിയാണ് തിരുവാഭരണ ഘോഷയാത്ര പന്തളത്തിൽ നിന്ന് പുറപ്പെടുക. എന്തായാലും രാവിലെ മുതൽ പുലർച്ചെ മുതൽ തിരുവാഭരണം ദർശിക്കാൻ നിരവധി അയ്യപ്പഭക്തന്മാരാണ് ഈ ക്ഷേത്രത്തിലെത്തുന്നത്. രാവിലെ പുലർച്ചയോടുകൂടി 4 മണിയോടുകൂടിയാണ് ദേവസ്വം ബോർഡ് ഭാരവാഹികൾ തിരുവാഭരണം പന്തളം കൊട്ടാരത്തിൽ ഏറ്റുവാങ്ങി പന്തളം വലിയൊരു ക്ഷേത്രത്തിലാണ് ശ്രീകോവിലിന് മുന്നിൽ ദർശനത്തിനായി ഭക്തർക്കായി വെച്ചിട്ടുള്ളത്. പുലർച്ചെ മുതൽ തിരുവാഭരണം ദർശിക്കാനായി നിരവധി അയ്യപ്പക്തർ ഈ ക്ഷേത്രത്തിൽ എത്തുന്നുണ്ട്. എന്തായാലും 12 മണിയോടുകൂടി ചടങ്ങുകൾ ആരംഭിക്കും. ക്ഷേത്രത്തിൽ പൂജിച്ച ഉടവാൾ പന്തളം കൊട്ടാരത്തിലെ വലിയ തമ്പുരാന് കൈമാറും. അതിനുശേഷം ഈ ഉടവാൾ രാജപ്രതിക്ക് തിരുവാഭരണ ഘോഷയാത്രയോടൊപ്പം പോകുന്ന രാജപ്രതിക്ക് കൈമാറും. അങ്ങനെ ആ ആചാരപരമായ ചടങ്ങുകളെല്ലാം നടന്നതിന് ശേഷം 12ഓടുകൂടി ഈ നീരാഞ്ജനം വഴി തിരുവാഭരണ പേടകങ്ങളിൽ നീരാഞ്ജനം മേൽശാന്തി ഒഴിഞ്ഞതിന് ശേഷമായിരിക്കും ശിരസിലേറ്റി ഗുരുസ്വാമി VK ശിവൻകുട്ടിയുടെ നേതൃത്വത്തിലുള്ള 30 അംഗ സംഘമാണ് തിരുവാഭരണ പേടകങ്ങൾ വഹിക്കുന്നത്. അതിൽ ഈ കൊടിപ്പെട്ടി അടക്കമുള്ള 2-3 പേടകങ്ങളിലാണ് ഈ തിരുവാഭരണങ്ങൾ സന്നിധാനത്തേക്ക് കൊണ്ടുപോവുക. എന്തായാലും ആചാരപരമായ ചടങ്ങുകൾക്ക് ശേഷം 12:30 മണിക്കാണ് ഈ ആചാരപരമായ ചടങ്ങുകൾ നടക്കുക. അതിനുശേഷം 1 മണിയോടുകൂടി കൃത്യം 1 മണിയോടുകൂടി പന്തളത്തിൽ നിന്നും തിരുവാഭരണ പേടകങ്ങൾ 3 പെട്ടികളിലാക്കി പന്തളത്തിൽ നിന്നും പരമ്പരാഗത കാൽനടയായാണ് പോകുന്നത്. 3 ദിവസങ്ങൾ എടുത്തിട്ടാണ് സന്നിധാനത്ത് എത്തിച്ചേരുക. 3-ാം തീയതി വൈകിട്ട് സന്നിധാനത്ത് മകരവിളക്ക് ദിവസം സന്നിധാനത്ത് തിരുവാഭരണങ്ങൾ എത്തിച്ചേരും. അവിടെ ദേവസ്വം ബോർഡ് ഭാരവാഹികളും ഒപ്പം തന്ത്രിയും ഈ മേൽശാന്തി അടക്കമുള്ള ആളുകൾ തിരുവാഭരണം ഏറ്റുവാങ്ങിയ ശേഷമാണ് മകരസംക്രമ നാളിൽ തിരുവാഭരണം ചാർത്തിയുള്ള ദർശനം അയ്യപ്പന് ദർശനം നടക്കുക. അത്തരത്തിലുള്ള ചടങ്ങുകളാണ് നടക്കുക. എന്തായാലും 3 ദിവസം എടുത്ത് പരമ്പരാഗത കാനന വഴികൾ കൂടിയാണ് തിരുവാഭരണം പോകുന്ന റോഡ് മാർഗം മാത്രമല്ല
കാനനപാതയിൽ കൂടിയാണ് തിരുവാഭരണം കൊണ്ടുപോകുന്നത്. എന്തായാലും 30 അംഗ പേടക സംഘവും അതിനോടൊപ്പം നിരവധി അയ്യപ്പന്മാരും ഈ തിരുവാഭരണ പേടകങ്ങളോടൊപ്പം ഈ ഘോഷയാത്രയെ അനുഗമിക്കും. അത്തരത്തിൽ പരമ്പരാഗതമായ പാത വഴി പോയി ചെറിയാനവട്ടം, വലിയാനവട്ടം, നീലിമല വഴി നേരെ സന്നിധാനത്ത് എത്തിച്ചേരും. 14-ാം തീയതി മകരവിളക്കിൻ്റെന്നാണ് വൈകിട്ട് 5 മണിയോടുകൂടി തിരുവാഭരണങ്ങൾ സന്നിധാനത്ത് 18-ാം പടിയിൽ മുകളിൽ കൊടിമരച്ചോട്ടിൽ എത്തിച്ചേരും. അവിടെ വെച്ചാണ് തിരുവാഭരണത്തെ തന്ത്രിയും അതുപോലെ തന്നെ ദേവസ്വം ബോർഡ് ചേർത്ത് പിന്നെ തിരുവാഭരണ ചാർച്ചയുള്ള ദീപാരാധനയും നടക്കുക. എന്തായാലും അത്തരമുള്ള ക്രമീകരണമാണ് നടക്കുക. എന്തായാലും ഇപ്പോൾ പന്തളം കൊട്ടാരത്തിൽ പന്തളം വലിയ ക്ഷേത്രത്തിൽ തിരുവാഭരണ ദർശനത്തിനുള്ള ചടങ്ങുകൾ നടക്കുകയാണ്. നിരവധി ആളുകൾ തിരുവാഭരണം ദർശിക്കാനുള്ള ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്ന അയ്യപ്പന്മാരും തദ്ദേശവാസികളായ ആളുകളുമാണ് ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത്. ശശിനാരായണൻ വിവരങ്ങൾ പങ്കുവച്ചു. തൃശൂർ വലപ്പാട് പഞ്ചായത്തിൽ കോൺഗ്രസ് BJP ധാരണ കോൺഗ്രസ് നേതൃത്വത്തിന്റെ അറിവോടെ എന്ന് വ്യക്തമാക്കുന്ന ശബ്ദരേഖ പുറത്തുവന്നു. CPM-നെ തോൽപ്പിക്കാൻ BJPക്ക് വോട്ട് ചെയ്യാൻ DCC സെക്രട്ടറിയാണ് ആഹ്വാനം നൽകിയത്. ഇതിനെ 2 അംഗങ്ങൾ എതിർത്തു. ഇത് അവഗണിച്ചാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ BJPക്ക് വോട്ട് നൽകിയത്. BJPക്ക് ഇങ്ങനെ ഒരു സീറ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് അതിനുള്ള ഗുണം നിങ്ങളൊന്ന് പറഞ്ഞായിരുന്നു. രാഷ്ട്രീയപരമായിട്ട് എന്ത് ഗുണം എന്ന് പറയണം. ജയിക്കുന്നു പറഞ്ഞ് നിങ്ങൾ മത്സരിപ്പിക്കുന്നില്ലല്ലോ, പൊളിറ്റിക്കലായിട്ടൊന്നും മത്സരിപ്പിക്കുന്നില്ലല്ലോ. ക്ഷേമകാര്യാണ് നമ്മൾ അവർക്ക് വിട്ട് തന്നിട്ടുള്ളത്. എന്തുകൊണ്ടല്ലേ ഉഷാദെ പറയണേ ക്ഷേമകാര്യം വിട്ട് തന്നിട്ടുള്ളത്. അപ്പോൾ സുമേഷ് വേണമെന്ന് പറഞ്ഞ കാര്യമാണ് ആരോഗ്യം പിടിക്കുന്നത്. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആവാനല്ല ഞാൻ പറയണത്. പക്ഷെ നമുക്ക് ഇട്ട് തന്നത് അവരാ. ക്ഷേമത്തിന്റെ കേസിൽ ഇപ്പൊ അനുദേശിച്ച് വെച്ചിരിക്കുന്നത് CPM-ന്റെ അക്ഷയ് സുനിൽ നമ്മൾ ജയിപ്പിക്കുന്നത്. അപ്പോഴും 2 എണ്ണമായിട്ടില്ല. ബാക്കി 3 നോമിനേഷൻ BJP നിൽക്കുന്നുണ്ട്. അത് അവർക്ക് നോമിനേഷൻ വെറുതെ കൊടുക്കുമ്പോൾ തന്നെ കയറി പോകും. അവര് 3 മുന്നണികൾക്കും ഒരുപോലെ നിർണായകമായ തിരുവനന്തപുരം നഗരസഭയിലെ വിഴിഞ്ഞം വാർഡിൽ ഇന്ന് വോട്ടെടുപ്പ്. വിഴിഞ്ഞം വാർഡ് കൂടി ജയിച്ച് കേവല ഭൂരിപക്ഷത്തിന് വേണ്ടി 51 സീറ്റിലെത്താനാണ് BJPയുടെ ശ്രമം. ഏതു വിധേനയും വാർഡ് നിലനിർത്താൻ LDF-ഉം പിടിച്ചെടുക്കാൻ UDF-ഉം എല്ലാ അടവും പയറ്റുന്നു. 2 മുന്നണികൾക്കും വിമതശല്യങ്ങൾ ഭീഷണിയാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിഴിഞ്ഞത്തിന് പുറമെ മലപ്പുറം മൂത്തേടം പഞ്ചായത്തിലെ പായിപ്പാടം, എറണാകുളം പാമ്പാക്കുട പഞ്ചായത്തിലെ ഓണക്കൂർ വാർഡുകളിലും വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്. UDF സ്ഥാനാർത്ഥികളുടെ മരണത്തെ തുടർന്നായിരുന്നു 2 വോട്ടെടുപ്പ് ഇന്നത്തേക്ക് മാറ്റിയത്. പാമ്പാക്കുടയിലും മൂത്തേടത്തും നിലവിൽ UDF ഭരണമാണ്. ഉപതെരഞ്ഞെടുപ്പ് ഫലം ഭരണത്തെ ബാധിക്കില്ല. സംസ്ഥാനത്ത് BJPയുടെ A ക്ലാസ് മണ്ഡലങ്ങളിൽ ഒന്നായ മഞ്ചേശ്വരത്ത് ഇത്തവണ സർപ്രൈസ് സ്ഥാനാർത്ഥി ഉണ്ടാകുമെന്ന സൂചന നൽകി ജില്ലാ അധ്യക്ഷ ML അശ്വിനി. കഴിഞ്ഞ 2 തവണയും കപ്പിനും ചുണ്ടിനുമിടയിൽ നഷ്ടപ്പെട്ട മണ്ഡലത്തിൽ മുന്നണി നേതാക്കളെ ഇറക്കി ചരിത്രം തിരുത്തിക്കുറിക്കാൻ ഒരുങ്ങുകയാണ് BJP. ML അശ്വിനിയെ മത്സരിപ്പിക്കാനാണ് ദേശീയ നേതൃത്വത്തിന് താൽപ്പര്യമെങ്കിലും പ്രാദേശിക തലത്തിൽ ചില എതിർപ്പുകൾ ഉയർന്നത് കല്ലുകടിയാണ്. കാലങ്ങളായി BJP 2ാം സ്ഥാനത്തുള്ള മണ്ഡലമാണ് മഞ്ചേശ്വരം. ഇത്തവണ കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം അഭിമാന പോരാട്ടമാണ് BJPക്ക്. എന്തായാലും സംസ്ഥാന രാഷ്ട്രീയത്തിൽ തന്നെ ഏറ്റവും ചർച്ചാ വിഷയമാകുന്ന മണ്ഡലം കൂടിയാണ് മഞ്ചേശ്വരം. മഞ്ചേശ്വരം ഇത്തവണ BJP പിടിക്കുമോ, അതല്ല UDF-ന് മഞ്ചേശ്വരം നിലനിർത്താനാകുമോ? ഇതാണ് ഏറ്റവും ആകാംക്ഷയുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഒരു ഫലം. എന്തായാലും നമ്മോടൊപ്പം BJP ജില്ലാ അധ്യക്ഷ തന്നെ ചേരുന്നു. ML അശ്വിനിയാണ് ന്യൂസ് 18നോടൊപ്പം ചേരുന്നത്. ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചു. 5 പഞ്ചായത്തുകൾ ഇത്തവണ BJPക്ക് നേടാനായി. എങ്ങനെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ഒരുക്കങ്ങൾ? എത്ര മണ്ഡലം BJPക്ക് ഇത്തവണ പിടിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? നമ്മളെപ്പോഴും മഞ്ചേശ്വരം പിന്നെ കാസർഗോഡാണ് കോൺസ്റ്റിറ്റ്യൻസികളാണ് നമ്മൾ കോൺസെൻട്രേഷൻ ചെയ്യുന്നുള്ളത്. ഈ പ്രാവശ്യം നമ്മൾ അതേപോലെ ഉദുമ പിന്നെ കാഞ്ഞങ്ങാടിലും കോൺസെൻട്രേഷൻ ചെയ്യുന്നുണ്ട്. ബിക്കോസ് നമുക്ക് ജയസാധ്യതയുള്ള മണ്ഡലങ്ങളിൽ ഉദുമ മണ്ഡലം കൂടി നമുക്ക് കൂട്ടിച്ചേർക്കാം. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്തും അതേപോലെ മഞ്ചേശ്വരം പിന്നെ കാസർഗോഡിലും ഈ പ്രാവശ്യം നമ്മൾ എന്തെങ്കിലും BJPയുടെ MLA-മാർ ഉണ്ടാക്കും. ഇപ്പോൾ മഞ്ചേശ്വരത്തെ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് കണക്ക് നോക്കുമ്പോൾ എങ്ങനെയാണ് BJPക്ക് പ്രതീക്ഷ കാണുന്നത്? എത്രത്തോളം വോട്ട് ശതമാനം BJPക്ക് വർദ്ധിപ്പിക്കാനായി? നമുക്ക് ഈ ലോക്കൽ ബോഡി ഇലക്ഷൻസിൽ 3 പഞ്ചായത്ത് ഉണ്ടായത് 5 പഞ്ചായത്തായി. അതേപോലെ പുതിയതായിട്ട് 20 വാർഡുകൾ നമ്മൾ പിടിച്ചെടുത്തു. അതേപോലെ നമുക്ക് വോട്ടിംഗ് പെർസെൻറ്റേജ് ഒരു 0.5% വോട്ടിംഗ് പെർസെൻറ്റേജ് കൂടി കൂട്ടിയിട്ടുണ്ട് നമ്മൾ. അതല്ലാണ്ട് നമുക്ക്
സിറ്റിംഗ് സീറ്റുകളായിട്ടുള്ള ചില വാർഡുകൾ പോയിട്ടുണ്ട്. അത് എന്തുകൊണ്ടെന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് ജയിക്കുന്നത് അറിഞ്ഞുകൊണ്ട് LDF UDF ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ടായിട്ടാണ് അവർ ജയിച്ചത്. ബിക്കോസ് അവിടെ നമുക്ക് നോക്കാൻ സാധിക്കുന്നുള്ളത് വർക്കാടി പഞ്ചായത്തിൽ 8 വാർഡുകളിൽ LDF സ്ഥാനാർത്ഥികൾ ഉണ്ടായിട്ടില്ല. കുമ്പള പഞ്ചായത്തിൽ 10 വാർഡിൽ LDF സ്ഥാനാർത്ഥികൾ ഉണ്ടായിട്ടില്ല. ഇങ്ങനെ അവർ ടൈപ്പ് ചെയ്തുകൊണ്ടാണ് BJP തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് കാലകാലമായിട്ട് വർക്ക് എടുക്കുന്നത്. പക്ഷേ ഈ പ്രാവശ്യം അത് കൂടുതലായിട്ട് അവർ വർക്ക് ചെയ്തുകൊണ്ടാണ് നമുക്ക് BJPക്ക് കുറച്ച് സീറ്റുകൾ കുറഞ്ഞു പോയത്. പക്ഷേ എന്നാലും 25 years ആയിട്ട് ബദിയടുക്ക ഗ്രാമപഞ്ചായത്ത് UDF കയ്യിലുണ്ടായത് നമ്മൾ പിടിച്ചെടുത്തു. അതേപോലെ 15 കൊല്ലമായിട്ട് UDF കയ്യിലുണ്ടായ കുമ്പളാജി പഞ്ചായത്തും പോലും നമ്മൾ പിടിച്ചെടുത്തതാണ്. നമുക്ക് എന്തായെങ്കിലും നമുക്ക് ഈ പ്രാവശ്യം വോട്ടിംഗ് പെർസെൻറ്റേജ് കൂട്ടാൻ സാധിക്കും. നമുക്ക് ഈ ഇലക്ഷൻസിൽ നമുക്ക് ഉദുമ മണ്ഡലത്തിൽ നല്ല മുന്നേറ്റം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതേപോലെ ലോക്സഭ ഇലക്ഷൻസിൽ നിങ്ങൾക്കെല്ലാം അറിഞ്ഞ സ്ഥിതി തന്നെ. അവിടെ ആ സമയത്തും പോലും നമ്മൾ ഉദുമ കാഞ്ഞങ്ങാട് തൃക്കരിപ്പൂർ ആവട്ടെ നമുക്ക് വോട്ടിംഗ് പെർസെൻറ്റേജ് കൂട്ടിയതാണ്. അപ്പോൾ ഈ പ്രാവശ്യം അതേ അസംബ്ലി ഇലക്ഷൻസിൽ പോലും നമ്മൾ വോട്ടിംഗ് പെർസെൻറ്റേജ് നമ്മൾ കൂട്ടും. അതേപോലെ MLAമാർ ഈ പ്രാവശ്യം കാസർഗോഡ് ജില്ലയിൽ ഉണ്ടാവും BJPക്ക്. സോ നമ്മൾ BJP ഭാരതീയ ജനതാ പാർട്ടി പറഞ്ഞെങ്കിൽ ഒരു പാർട്ടി വിത്ത് ഡിഫറൻസ് ആണ്. എപ്പോൾ ആര് സ്ഥാനാർത്ഥിയാവും നമുക്ക് പറയാൻ സാധിക്കും വയ്യ. ബിക്കോസ് ലാസ്റ്റ് ടൈം MP ഇലക്ഷൻസിലും പോലും സർപ്രൈസിങ് കാൻഡിഡേറ്റ് ആയ പോലെ ഞാൻ വന്നതാണ്. അപ്പോൾ അതേപോലെ ഈ പ്രാവശ്യം ആരെങ്കിലും ഒരു നല്ല കാൻഡിഡേറ്റ് ഉണ്ടാവും, യൂത്ത് ഉണ്ടാവും, അല്ലെങ്കിൽ വനിതകളുണ്ടാവും, അല്ലെങ്കിൽ സീനിയേഴ്സ് ഉണ്ടാവും. സോ അത് നമുക്ക് എങ്ങനെയാണ് സ്റ്റേറ്റ് ഘടകം പിന്നെ സെൻട്രൽ ഘടകം തീരുമാനിക്കും നമുക്കറിയില്ല. പക്ഷേ എന്നാലും ആര് കാൻഡിഡേറ്റ് ആയെങ്കിലും നമ്മൾ പ്രവർത്തകന്മാർ താമര അടയാളത്തിൽ മാത്രമാണ്, താമരയാണ് നോക്കുന്നത്, ചിഹ്നം മാത്രമാണ്, വ്യക്തി പ്രസക്തിയില്ല. ബിക്കോസ് ഭാരതീയ ജനതാ പാർട്ടിയിൽ വ്യക്തിക്ക് പ്രസക്തിയില്ല. ഭാരതീയ ജനതാ പാർട്ടിയാണ്, പിന്നെ താമര ചിഹ്നമാണ്. ആ താമര ചിഹ്നത്തിൽ ആര് നിന്നെങ്കിലും പോലും നിസ്വാർത്ഥമായിട്ട് സേവ ചെയ്യുന്ന നമ്മളെ പ്രവർത്തകന്മാർ അവർ വോട്ട് ചെയ്യും. അതേപോലെ അവർ സ്വന്തം പൈസ എടുത്തിട്ടാണ് ചിലർ ചെയ്യുന്നത്. ഒരു സ്വാതന്ത്ര്യമില്ല. ബിക്കോസ് അവർക്ക് സീറ്റ് വേണ്ട, പക്ഷേ അവർക്ക് BJP ജയിപ്പിക്കണമെന്ന് കാലകാലമായിട്ടുള്ള ആശങ്കകളുണ്ട്, സ്വപ്നങ്ങളുണ്ട്. എത്രയോ സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ അവിടെ രക്തം കൊടുത്തിട്ടുണ്ട്, ബലിദാനികളായിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഈ പ്രാവശ്യം നമ്മൾ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കാൻ ആയിട്ട് പോകുന്നതാണ്. ഇനി സ്ഥാനാർത്ഥിൻ്റെ വിഷയത്തിൽ ലാസ്റ്റ് മിനിറ്റോളം നമുക്കറിയാല ആരാണ് സ്ഥാനാർത്ഥിയായിട്ട് വരും. ആ ഡിസ്കഷൻ ഇതുവരെ നടന്നിട്ടില്ല. നിങ്ങൾക്കെല്ലാം അറിയാം ലാസ്റ്റ് 2 ഇയേഴ്സിൻ്റെ 2 ഇലക്ഷൻസിൻ്റെ ലാസ്റ്റ് 2019 പോലും അവരാവും പറഞ്ഞ പേരുകളുണ്ടായിരുന്നു. പക്ഷേ സോറി വന്നിട്ടുണ്ടായിരുന്നു ഇലക്ഷൻ സമയത്ത് കണ്ടസ്റ്റ് ആക്കുമ്പോൾ. അതിന് മുമ്പിൽ അതേപോലെയാണ്. അപ്പോൾ സ്ഥാനാർത്ഥി ആവുന്ന ഒരു ക്യൂരിയോസിറ്റി ജനങ്ങളുടെ ഇടയ്ക്കും പിന്നെ പാർട്ടിൻ്റെ ഇടയ്ക്ക് ഉണ്ടാവും. എന്തായാലും BJPയെ സംബന്ധിച്ചിടത്തോളം വലിയ ആത്മവിശ്വാസത്തിലാണ്. പ്രത്യേകിച്ച് മഞ്ചേശ്വരത്ത് ഇത്തവണ മണ്ഡലം പിടിച്ചെടുക്കാൻ സാധിക്കുമെന്ന ഒരു ആത്മവിശ്വാസമാണ് പ്രകടിപ്പിക്കുന്നത്. അതിനും അപ്പുറം 3 മണ്ഡലങ്ങൾ BJP ലക്ഷ്യമിടുന്നുണ്ട്. അത്തരത്തിലുള്ളൊരു പ്രവർത്തനമാണ് നടക്കുന്നത്. ഏതായാലും തദ്ദേശ തെരഞ്ഞെടുപ്പോടനുബന്ധിച്ച് തന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണം ഫൈനലൊക്കെ ആരംഭിച്ചിരിക്കുന്നു. ഏതായാലും ഇനി വരും ദിവസങ്ങളിൽ പ്രചരണം ശക്തമാക്കാനാണ് BJPയുടെ തീരുമാനം. KB ബൈജു, News 18 കാസർഗോഡ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.